Hello dear students, good evening to all. മക്കളെ നമ്മൾ അടുത്ത ഒരു രണ്ട് ചാപ്റ്റേഴ്സിന്റെ ഡിസ്കഷനിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ് അല്ലേ. അപ്പോൾ ഇംപ്രൂവ്മെന്റുമായി ബന്ധപ്പെട്ട് കുട്ടികളൊക്കെ നന്നായി സീരിയസ് ആയി വരുന്നുണ്ട് എന്ന് അറിഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് രണ്ട് അടിപൊളി ചാപ്റ്റേഴ്സ്, ഒന്ന് തെർമോഡൈനാമിക്സ്, തെർമൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്റർ, അതുപോലെ തന്നെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്, ഈ രണ്ട് ചാപ്റ്റേഴ്സുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ എല്ലാവരും ക്ലാസ്സിലേക്ക് എത്തി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആയോ എന്നൊന്ന് വേഗം കമന്റ് ചെയ്ത്. ആരൊക്കെ എത്തിയിട്ടുണ്ട്? സി നാൻ എത്തിയിട്ടുണ്ട്. ബട്ടർ നാൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതുപോലെ സിനാൻ ആയിക്കോ അല്ലെ. ഓക്കെ, അസ്ന എസ് ഉണ്ട്. ഹായ് ഹായ് ഹായ്, രണ്ടുപേർക്കും ഹായ് ഉണ്ട്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. അപ്പൊ എങ്ങനെ പോകുന്നു മക്കളെ? നിങ്ങളുടെ സ്റ്റഡീസ് ഒക്കെ എങ്ങനെ പോണു? അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ? സൂപ്പറാണോ? അല്ലെങ്കിൽ പഠനം അവിടെ പെൻഡിങ്ങിൽ ആയിട്ടുണ്ടോ? എന്താണ് നിങ്ങളെ പഠനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വേഗം പറഞ്ഞ് ഒന്ന് കമന്റ് ചെയ്തേ നോക്കട്ടെ. പഠനം തുടങ്ങിയോ? പഠിച്ചു തുടങ്ങിയോ? ഓക്കെ, പെട്ടെന്ന് കമന്റ് ചെയ്ത് നോക്കട്ടെ. Come on, fast, fast, fast. ഗോകുൽ ഹായ്, ഹായ് ഗോകുൽ. യെസ്, എങ്ങനെയാണ് പഠനങ്ങളൊക്കെ പോണ്? ഉഷാറായി പോകുന്നുണ്ടോ? അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, പ്ലസ് ടുവും പഠിക്കുന്നുണ്ട് അല്ലേ? അറിയാം, പ്ലസ് ടു ഉണ്ട്, പ്ലസ് വണ്ണും രണ്ടും നോക്കണം, രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം അല്ലേ. ഇനി പറഞ്ഞ അങ്ങോട്ടേക്ക് ഇപ്പോ എന്താ പറയാ, നമ്മളെ എക്സാം അടുക്കാറായല്ലോ, 15-ാം തീയതി ആയി. അപ്പോൾ നമ്മളെ എക്സാം അടുക്കാറായി. സോ നിങ്ങൾ പ്ലസ് വണ്ണിനും നന്നായി ഇമ്പോർട്ടൻസ് കൊടുത്തു പോവുക. അതായത് പ്ലസ് വണ്ണിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കണം നിങ്ങൾ. കാരണം അത് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്തേ മതിയാവും അല്ലെ. നമ്മളെ ഓവറോൾ മാർക്കിനെ എന്താ പറയാ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. സോ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. ജീവൻ ഓക്കെ, പഠിക്കുന്നുണ്ട്. ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ, ഇവിടെ വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുക. അന്ന് തന്നെ പറ്റുന്ന അത്ര ആ ഒരു ക്ലാസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ലെവലിൽ കവർ ചെയ്യാനും കൂടി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സംഗതി സൂപ്പർ ആവും. റൈറ്റ്? ഓക്കെ 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 ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ മക്കളെ? പതുക്കെ നൈസായി തുടങ്ങല്ലേ. ഓക്കെ, നിങ്ങൾക്ക് വോയിസ് ഒക്കെ ഓഡിബിൾ ആണോ? എല്ലാം ക്ലാരിറ്റിയോട് കൂടി കേൾക്കുന്നുണ്ടോ എന്ന് വേഗം പറഞ്ഞേ, കമന്റ് ചെയ്ത് നോക്കട്ടെ. വോയിസ് റെഡി ആണോ? ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണോ? പെട്ടെന്ന് കമന്റ് ചെയ്ത് നോക്കട്ടെ. വോയിസ് 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 വോയിസ്. അസ്ന കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. റൈറ്റ് 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 റൈറ്റ്. സ്റ്റെക്ക് ഒന്നും ഇല്ലല്ലോ അല്ലേ മക്കളെ? സ്റ്റെക്ക് ഇല്ലല്ലോ, ക്ലിയർ അല്ലേ? എല്ലാം ക്ലാരിറ്റിയോട് കേൾക്കുന്നില്ലേ? നമുക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം, ചാപ്റ്ററിലേക്ക് പോവാം. തെർമോഡൈനാമിക്സ് ആണ് അല്ലേ നമ്മുടെ 12ാമത്തെ ചാപ്റ്റർ ആണ് തെർമോഡൈനാമിക്സ്. ആ ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ട്, വളരെ 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 സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം മക്കളെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിൽ നിന്നുള്ള മാർക്സ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഇന്നത്തെ ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുള്ളൂ, കാരണം അത്രേ ഉള്ളൂ ഇതിൽ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ക്ലാസ് കണ്ടാൽ തന്നെ ഒരു ഏകദേശം നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന് എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഉറപ്പാ. ഇന്നത്തെ ഈ രണ്ട് ചാപ്റ്റേഴ്സ് ഒന്നും ഓക്കെ ഏകദേശം നമുക്ക് എക്സാമിന് ഫ്രീക്വന്റ് ആയി ചോദിക്കുന്ന ആ ഒരു ഏരിയാസ് തന്നെയാണ് കവർ ചെയ്യുന്നത് കേട്ടോ. യെസ്, ഓക്കെ. എല്ലാവരും കുറെ പേര് എത്തിയിട്ടുണ്ട്. ഫൈസൽ, KRY, സീനാൻ. ഓക്കെ, ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഗുഡ് ഈവനിങ്, ഹായ്, ഗുഡ് ഈവനിങ്. ഓക്കെ, യെസ് യെസ് യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാടാ, നമുക്ക് തുടങ്ങാം കേട്ടോ. ഫസ്റ്റ് അപ്പൊ നമ്മളെ തെർമോഡൈനാമിക്സ് എന്ന അടിപൊളി ചാപ്റ്ററിലേക്ക് തന്നെ നമ്മൾ ഇന്ന് കടക്കാൻ പോണത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കിയേ, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവണം സാധനം കാർനോട്ട് എഞ്ചിൻ അല്ലെ, കാർനോട്ട് എഞ്ചിൻ ആണ്. യെസ്, നോക്കടാ. The PV diagram of a Carnot engine is given below. ഇത് കാർനോട്ട് എഞ്ചിന്റെ PV ഡയഗ്രം ആണ് മക്കൾ. എന്താണ് PV ഡയഗ്രം? Now, which are the 4 thermodynamical process represented in the above PV diagram? ഈ PV ഡയഗ്രത്തിൽ ഏതൊക്കെ തെർമോഡൈനാമിക് പ്രോസസ്സുകളാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഓക്കെ, 4 തെർമോഡൈനാമിക് പ്രോസസ്സുകൾ ഈ ഒരു PV ഡയഗ്രത്തിൽ ഉണ്ട്. അതിൽ ഈ AB എന്ന് പറയുന്ന പ്രോസസ്സാണ് മക്കളെ. വേഗം കമന്റ് ചെയ്യണം നിങ്ങൾ. ഓക്കെ, AB എന്ന പ്രോസസ്സാണ് ഞാൻ പറയുമ്പോൾ തന്നെ കൂടെ നിങ്ങൾ കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കും ഒന്ന് റീകളക്ട് ചെയ്യാൻ പഠിച്ച കാര്യങ്ങളൊക്കെ കേട്ടോ. ഓക്കെ, സോ ലിസൺ. AB നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോതെർമൽ. എന്താ മക്കളെ? ഐസോതെർമൽ എക്സ്പാൻഷൻ. ഇതാണ് ഒരു കാർനോട്ട് സൈക്കിളിന്റെ ആദ്യത്തെ പ്രോസസ് കേട്ടോ.
ആദ്യത്തെ പ്രോസസ് ആണ് ഐസോതെർമൽ എക്സ്പാൻഷൻ. BC ആണ് അഡിയബാറ്റിക് എക്സ്പാൻഷൻ. അതുപോലെ CD ഐസോതെർമൽ കംപ്രഷൻ. അതുപോലെ DA അഡിയബാറ്റിക് ആണ് കേട്ടോ. അഡിയബാറ്റിക് എന്താ മക്കളെ? കംപ്രഷൻ. ഇതാണ് നിങ്ങൾ ഇതിന് ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എഴുതേണ്ട എങ്ങനെയാണ്? AB എന്ന് എഴുതുക. AB എന്ന് എഴുതിയിട്ട് AB ഹൈഫൺ എന്താന്നുള്ള ആൻസർ എന്താ? AB എന്താണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് എഴുതുക. BC എഴുതിയിട്ട് എന്ത് ചെയ്യുക? അഡിയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് എഴുതുക. അങ്ങനെ എഴുതി പോയാൽ മതി കേട്ടോ. ഓക്കെ, അങ്ങനെ നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ട്. റൈറ്റ്, ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എല്ലാവർക്കും ഓക്കെ ആണ് എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. Which are the 4 thermodynamical processes in the above PV diagram? പറഞ്ഞു, ആ മാർക്ക് നിങ്ങൾക്ക് കിട്ടി. നെക്സ്റ്റ്, write an equation to calculate the efficiency of a Carnot engine. Carnot engine efficiency equation അവർ എഴുതാൻ പറഞ്ഞു. Efficiency eta is equal to 1 minus T2 by T1. 1 minus T2 by T1 അല്ലെങ്കിൽ 1 minus Q2 by Q1. അത് ജനറൽ ആയിട്ട് ഹീറ്റ് എൻജിൻസിന് അപ്ലൈ ചെയ്യാവുന്ന ഇക്വേഷൻ ആണ് 1 minus Q2 by Q1. 1 minus T2 by T1 നിങ്ങൾക്ക് സ്പെസിഫിക്കലി ആർക്ക് യൂസ് ചെയ്യാൻ പറ്റും? കാർനോട്ട് എഞ്ചിൻ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാർനോട്ട് എഞ്ചിന്റെ പ്രത്യേകത എന്താ മക്കളെ? അതൊരു തിയററ്റിക്കൽ എഞ്ചിൻ ആണ്. മോസ്റ്റ് എഫിഷ്യന്റ് തിയററ്റിക്കൽ എഞ്ചിൻ ആണ് മക്കളെ ഏത്? കാർനോട്ട് എഞ്ചിന്. റിയൽ എഞ്ചിൻസ് ഒന്നും ഇതിന്റെ അത്ര എന്തുണ്ടാവില്ല? എഫിഷ്യൻസി ഉണ്ടാവില്ല കേട്ടോ. റെഡി അല്ലടാ? യെസ്. അപ്പൊ കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസിന്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞു. നമ്മൾ ഇക്വേഷൻ എഴുതി. റൈറ്റ്, ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. നോക്ക് എന്താ അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞത് നോക്ക്. എന്താ? Derive an expression for work done in an isothermal process. ഐസോതെർമൽ പ്രോസസ്സിലെ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ കാണാൻ പറഞ്ഞു. എടാ മക്കളെ നോക്കടാ, ഐസോതെർമൽ പ്രോസസ് ആണ്. ഏത് പ്രോസസ്സിനാണെങ്കിലും വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ ഇതാണ്. ഇന്റഗ്രൽ PdV from V1 to V2. ഇതാണ് ഐസോതെർമൽ വർക്ക് കാണാൻ ചോദിച്ചാലും അഡിയബാറ്റിക് വർക്ക് കാണാൻ ചോദിച്ചാലും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? W is equal to integral V1 to V2 PdV. PdV പറഞ്ഞാൽ എന്താ? P പ്രഷറിൽ ഒരു സ്മോൾ ചേഞ്ച് ഇൻ വോളിയം dV ഉണ്ടാക്കാൻ ആവശ്യമായ സ്മോൾ വർക്കാണ് PdV. അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ വർക്ക് കാണാൻ പറ്റും. ഫ്രം V1 to V2 ചെയ്യുമ്പോൾ എന്താണ്? V1 വോളിയത്തിൽ നിന്ന് V2 വോളിയം വരെ അതിന് എക്സ്പാൻഷൻ ഉണ്ടാവുന്ന സമയത്തുള്ള വർക്ക് നമുക്ക് കിട്ടും. അപ്പൊ ടോട്ടൽ വർക്ക് നമുക്ക് കാണാൻ പറ്റും. സോ ടോട്ടൽ വർക്ക് നമ്മൾ കാണുന്ന എക്സ്പ്രഷൻ ആണ് മക്കളെ ഇത്. റൈറ്റ്, നൗ ലിസൺ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ V1 to V2 PdV അല്ലേ? അപ്പൊ ഞാൻ എഴുതുന്ന മക്കൾ ശ്രദ്ധിക്കടാ. PV is equal to nRT. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്കറിയാം. ഈ PV is equal to nRT-യിൽ എന്താ മക്കളെ? P എന്ന് പറഞ്ഞാല് nRT by V അല്ലേ? ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനെ nRT by V dV എന്ന് എഴുതും. ദാറ്റ് ഈസ് ഈക്വൽ ടു മക്കളെ എന്ത് പ്രോസസ് ആണ്? ഐസോതെർമൽ പ്രോസസ് എന്നല്ലേ പറഞ്ഞത്? അപ്പൊ T എന്താ? കോൺസ്റ്റന്റ്. N എന്തായാലും കോൺസ്റ്റന്റ്, നമ്പർ ഓഫ് മോൾസ് ആണ്, കോൺസ്റ്റന്റ് ആണ്. R എന്തായാലും കോൺസ്റ്റന്റ് ആണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, 8.314 ആണ്. ടിയും അപ്പം ഇവിടെ എന്താ? കോൺസ്റ്റന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഐസോതെർമൽ ആയതുകൊണ്ട് സോ ഞാൻ പുറത്തേക്ക് എടുക്കും ഇന്റഗ്രേഷന്റെ. സോ nRT ഇന്റഗ്രൽ V1 to V2 1 by V dV എന്ന് വരും. എന്താ മക്കളെ? ഇന്റഗ്രൽ 1 by dV, അത് log V ആണ്. അപ്പൊ എന്ത് വരും മക്കളെ? nRT log V എന്ന് വരും. അതിന് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? ലിമിറ്റ്സ് കൊടുക്കണം. V1 മുതൽ V2 വരെ ലിമിറ്റ്സ് കൊടുത്തു. ഇനി ലിമിറ്റ്സ് എങ്ങനെ അപ്ലൈ ചെയ്യും നമ്മൾ? nRT log എന്താ മക്കളെ? ആദ്യം Vക്ക് V2 എന്ന് കൊടുക്കുക, പിന്നെ മൈനസ് ഇട്ടിട്ട് ലോഗിലെ Vക്ക് നമ്മൾ V1 എന്നും കൊടുക്കും. ക്ലിയർ അല്ലേ? ഇനി log A മൈനസ് log B പറഞ്ഞാൽ എന്താ? log A by B ആണ്. അപ്പൊ എന്താ മക്കളെ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു nRT log, നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം, V2 by V1 എന്ന് എഴുതാം. റൈറ്റ്,
അപ്പോൾ ഇതാണ് വർക്കിന്റെ ഇക്വേഷൻ. ഇവിടെ ബേസ് ഇ ആണ്. ബേസ് 10ലേക്ക് മാറ്റാൻ വേണ്ടി ഞാൻ ചെറിയ മാറ്റം ഒരു 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2.303 NRT log V2 by V1 എന്ന് വരും. ഇതാണ് നമ്മുടെ വർക്ക് ഡണ്ണിന്റെ എക്സ്പ്രഷൻ. ഏത് പ്രോസസ്സിൽ മക്കളെ? ഐസോതെർമൽ പ്രോസസ്സിലുള്ള വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലായി. ഓക്കെ, ഇതിൽ ഓരോ പാരാമീറ്റേഴ്സും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇയാളെ ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യാം. V2 by V1 എന്നുള്ളത് P1 V1 is equal to P2 V2 ഐസോതെർമലൊക്കെ എഴുതാൻ പറ്റും. P1 V1 is equal to P2 V2. അവിടുന്ന് V2 by V1 എന്ന് പറഞ്ഞാൽ P1 by P2 ആണ്. അങ്ങനെ വേണമെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ മാറ്റി എഴുതുകയൊക്കെ ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ എഴുതിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടി. ഓക്കെ അല്ലേ? അവർ ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ പെർഫെക്റ്റ്ലി ഇതാ നമ്മൾ എഴുതിയിട്ടുണ്ട്. എല്ലാവർക്കും ഓക്കെ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഡെറിവേഷൻ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ അഡിയബാറ്റിക് പ്രോസസ്സിന്റെയും ഡെറിവേഷൻ മക്കൾ എന്ത് ചെയ്യണം? ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. റൈറ്റ്, ഇത് എല്ലാവർക്കും ഓക്കെ ആണോടാ? വേഗം പറഞ്ഞേ, ഇത് എല്ലാവർക്കും ഓക്കെ ആണോ? പെട്ടെന്ന് പറ. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഞാനിപ്പോൾ എഴുതിയ കാര്യം ഓക്കെ ആണെങ്കിൽ വേഗം ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. നോക്കട്ടെ, സെറ്റ് ആണോടാ? വേഗം പറ. ഓക്കെ, അസ്ന ഓക്കെ, റൈറ്റ്, ഗുഡ്. മുരളി ഓക്കെ, ഫൈൻ. ഇനി മക്കളെ നോക്കണം. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഇൻ ആൻ ഐസോകോറിക് പ്രോസസ്? എനി ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ? What is the work done in isocoric process? മക്കൾ പറ. ഐസോകോറിക് പ്രോസസ്സിലെ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എന്താണ്? What is the value of എന്താണ് work done in isocoric process? What do you mean by isocoric process? കോൺസ്റ്റന്റ് വോളിയത്തിൽ നടക്കുന്ന പ്രോസസ് ആണ് മക്കളെ എന്ത്? ഐസോകോറിക് പ്രോസസ്. സോ ഇറ്റ്സ് എ പ്രോസസ് ഇൻ വിച്ച് വോളിയം കെപ്റ്റ് കോൺസ്റ്റന്റ്. ഒരു ഐസോകോറിക് പ്രോസസ്സിൽ വർക്ക് ഡൺ എന്താ ചോദിച്ചാൽ മക്കളെ അധികം ആലോചിച്ചു കൊണ്ടിരിക്കുന്നു ചെയ്യണ്ട. ആൻസർ 0 ആണ്. വർക്ക് ഉണ്ടാവില്ല. ഐസോകോറിക് എന്ന് പറഞ്ഞാൽ വോളിയത്തിൽ ചേഞ്ച് ഇല്ലാത്തതാ. ശരിക്കും വർക്ക് ചെയ്യല് വോളിയം എക്സ്പാൻഷനിലോ വോളിയം കംപ്രഷനിലോ ആണ് വർക്ക് ഉണ്ടാവല്. അപ്പോൾ വോളിയത്തിന് മാറ്റമില്ല എന്ന് പറഞ്ഞാൽ അവിടെ എന്തില്ല? വർക്കില്ല. പ്രഷർ വോളിയം വർക്കില്ല. അപ്പൊ നമ്മളോട് വോളിയം ചേഞ്ച് ചെയ്യാത്തൊരവസ്ഥ, ദാറ്റ് ഈസ് ഐസോകോറിക് പ്രോസസ്. അതിൽ വർക്ക് ചോദിച്ചാൽ ആൻസർ ഈസ് 0. ഓക്കെ, സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കണം. ഒബ്സർവ് ദ ഗിവൻ ഫിഗർ. നിങ്ങൾ ഈ ഫിഗർ ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്തിട്ടോ. എന്താ ക്വസ്റ്റ്യൻ? ഈസ് ദിസ് എ ഹീറ്റ് എഞ്ചിൻ ഓർ എ റെഫ്രിജറേറ്റർ? ഇതൊരു ഹീറ്റ് എഞ്ചിൻ ആണോ റെഫ്രിജറേറ്റർ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നോക്കിയിട്ട് നിങ്ങൾ പറയണം മക്കളെ. എന്താ? ഒരു ഹോട്ട് റിസർവോയർന്ന് ഒരു Q1 ഹീറ്റിനെ ഒരാൾ എടുത്തിട്ട്, ഓക്കെ അല്ലേ, അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? W വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബാക്കി വന്ന ഹീറ്റിനെ കോൾഡ് റിസർവോയറിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കളയുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഹീറ്റ് എടുത്തിട്ട് ഒരാൾ വർക്ക് ചെയ്യുക, ബാക്കിയുള്ള ഹീറ്റ് പുറത്ത് കളയുക, കോൾഡ് റിസർവോയറിലേക്ക് കളയുക. അപ്പം ആരാണ് വർക്ക് ചെയ്യുന്ന ഡിവൈസ്? എഞ്ചിനാണ്. പുറത്തേക്ക് വർക്ക് കിട്ടുന്ന ഡിവൈസ് ആണ് എഞ്ചിൻ. ഓക്കെ അല്ലേ? നമ്മൾ അങ്ങോട്ട് വർക്ക് കൊടുക്കേണ്ട സാധനമാണ് റെഫ്രിജറേറ്റർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു എഞ്ചിനും റെഫ്രിജറേറ്ററും നിങ്ങൾക്ക് എങ്ങനെ ഈസിലി മനസ്സിലാക്കാൻ ചോദിച്ചാൽ, വർക്ക് കാണിച്ചത് ഔട്ടിലേക്കാണെങ്കിൽ W കാണിച്ച് ഔട്ടിലേക്ക് ആരോ മാർക്ക് കിട്ടും. സോ വർക്ക് ഔട്ട്സൈഡിലേക്കാണ് കിട്ടുന്നത് അല്ലേ? പുറത്തേക്കാണ് വർക്ക് എങ്കിൽ അതെന്താണ്? അത് എഞ്ചിനാണ്. എന്നാൽ വർക്ക് ഇങ്ങനെ ഇതൊരു ആരോ മാർക്ക് ഉള്ളിലേക്ക് ആടുന്നെങ്കിലോ അതിലേക്ക് നമ്മൾ വർക്ക് കൊടുക്കണം എന്നാ മീനിങ്. എന്ന് പറഞ്ഞാൽ അതെന്താ മക്കളെ? അത് റെഫ്രിജറേറ്റർ ആണ്. അത് വെച്ചാൽ നമ്മൾ ഈസി ആയിട്ട് മനസ്സിലാക്കുക ഏതാ സാധനം എന്നിട്ടാ. അപ്പൊ ഇത് സംശയം ഇല്ല. ഇത് ഏതാ മക്കളെ? ഇത് ഹീറ്റ് എഞ്ചിൻ ആണ്. അതിൽ തർക്കമല്ല. ഓക്കെ അല്ലേ? യെസ്. ആടാ അസ്ന ആടെ കമന്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ 4 സ്റ്റെപ്സ് ഓഫ് ഓപ്പറേഷൻ ഇൻ ദ കാർനോട്ട് സൈക്കിൾ. ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആ 4 സ്റ്റെപ്സ് 4 പ്രോസസ്സുകളിലെ മക്കളെ ഏതൊക്കെയായിരുന്നു കാർനോട്ട് സൈക്കിളിൽ? ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയബാറ്റിക് കംപ്രഷൻ. ഇതാണ് നമ്മളുടെ ആ 4 പ്രോസസ്സുകൾ ട്ടോ. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു. ഇനി അടുത്തത് യെസ്, Carnot cycle for a heat engine with an ideal gas as the working substance is shown below. ഒരു കാർനോട്ട് സൈക്കിൾ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ, നെയിം ദ 4 പ്രോസസ് ടേക്കിംഗ് പ്ലേസ് ഇൻ കാർനോട്ട് സൈക്കിൾ. മക്കളെ ഞാൻ കൊണ്ട് പറഞ്ഞു ഫ്രീക്വന്റ് ആയി ചോദിക്കുന്ന കാര്യമാണ്. അത് പഠിച്ചു വെക്കണം നിങ്ങൾ, നിർബന്ധമാണ്. അടുത്ത്
Can a Carnot engine work if its sink and source are interchanged? Explain. ഒരു കാർനോട്ട് എഞ്ചിന്റെ സോഴ്സും സിങ്കും ഇന്റർചേഞ്ച് ചെയ്താൽ ആ കാർനോട്ട് എഞ്ചിന് വർക്ക് ആവോ എന്നാണ് ക്വസ്റ്റ്യൻ. ആർക്കെങ്കിലും അതിന്റെ ആൻസർ പറയാൻ പറ്റുമോ? നോക്കട്ടെ. ഒരു കാർനോട്ട് എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സോഴ്സും സിങ്കും ഇന്റർചേഞ്ച് ചെയ്താൽ അവിടെ ആ കാർനോട്ട് എഞ്ചിന് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യോ? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. പറ ആൻസർ. നോക്കട്ടെ. ആൻസർ തെറ്റിക്കോട്ടെ, നോ ഇഷ്യൂസ്. നിങ്ങൾ ആൻസർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഒന്ന് എന്ത് ചെയ്യുക, നമ്മൾ ഇന്ററാക്ട് ചെയ്യുക, ദാറ്റ്സ് ഓൾ. ട്ടാ പെട്ടെന്ന് വേഗം കമന്റ് ചെയ്യ്. നോക്കട്ടെ. ഇല്ല, കമന്റ്സ് വരുന്നില്ല. ഒന്നുകിൽ നിങ്ങൾ യെസ് പറയാ, പറ്റും, എൻജിൻ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ നോ എന്ന് പറയാം, ഇത് വർക്ക് ചെയ്യില്ല, പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യില്ല. യെസ്, ജാക്കി വില്ലിസ് പറഞ്ഞിട്ടുണ്ട്, നോ എന്ന് പറഞ്ഞിട്ടുണ്ട്, നടക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്. ക്രിയേറ്റേഴ്സ് വേൾഡ് നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, ഗുഡ്. അങ്ങനെ ആൻസേഴ്സ് പോരട്ടെ. ഓക്കെ, യെസ്. അപ്പൊ ആൻസർ സംശയമൊന്നുമില്ല, അവര് പറഞ്ഞതുപോലെ ആൻസർ നോ തന്നെയാണ്. പറ്റില്ല, നടക്കില്ല. ഓക്കെ, കാർനോട്ട് എഞ്ചിനിൽ അതിന്റെ സോഴ്സും സിങ്കും ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ എഞ്ചിൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യില്ല. കാരണം ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഐസോതെർമൽ എക്സ്പാൻഷനോട് കൂടിയാണ് ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കണമെങ്കിൽ സോഴ്സിൽ നിന്നായിരിക്കണം സ്റ്റാർട്ട് ചെയ്യണം. അതായത് സോഴ്സിൽ നിന്ന് ഹീറ്റ് എടുത്താണ് ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ സോഴ്സും സിങ്കും മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ആദ്യം നടക്കുക ഏതാണ്? ഐസോതെർമൽ കംപ്രഷൻ ആണ് എന്ത് ചെയ്യുക, പ്രോസസ്. ആ പ്രോസസ് അല്ല ആദ്യം നടക്കേണ്ടത്, അല്ലെ? അപ്പൊ ആദ്യം നടക്കേണ്ട പ്രോസസ്സ്, ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ആവാന് ആദ്യം നടക്കേണ്ട പ്രോസസ്സ് ഏതാണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. ദാറ്റ് ഈസ് ദ റീസൺ. ഓക്കെ അല്ലേ? അപ്പൊ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാണ്, അവിടെ ആ എഞ്ചിൻ വർക്ക് ചെയ്യില്ല. കാരണം ഒരു എഞ്ചിൻ സ്മൂത്ത് റണ്ണിങ്ങിന് അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ എന്നാണ്, അല്ലാതെ ഐസോതെർമൽ എവിടെ നിന്നല്ല, കംപ്രഷൻ എന്നല്ല. ഇത് ഇന്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ പ്രോസസ് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക, ഐസോതെർമൽ കംപ്രഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. അതുകൊണ്ട് തന്നെ ആ പ്രോസസ്സ് നടക്കില്ല. ക്ലിയർ അല്ലേ? അതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ കൊടുക്കേണ്ടത് കേട്ടോ. സിമ്പിൾ ആണ്. ഓക്കെ, റൈറ്റ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ ആൻസർ പ്രോപ്പർലി. ഓക്കെ, യെസ് സർ. വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മക്കളെ ഒന്ന് കമന്റ് ചെയ്തേ. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യന് എല്ലാവർക്കും ഓക്കെ ആണോ? സിമ്പിൾ ചാപ്റ്റേഴ്സ് ആ മക്കളെ, ഒരുപാട് കണ്ടന്റ് ഒന്നും പഠിക്കാനല്ല, സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ അല്ലേ? ഒന്ന് വൃത്തിക്കൊന്ന് ഇരുന്ന് നോക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഫുൾ മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, യെസ്, ഓക്കെ ആണ്, സെറ്റ് ആണ്. യെസ്, ഗുഡ്. വെരി ഗുഡ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Derive the relation Cp minus Cv is equal to R. മക്കളെ, ഈ Cp minus Cv എന്ന റിലേഷൻ അല്ലെ, Cp minus Cv, ഐ തിങ്ക് നിങ്ങൾ കെമിസ്ട്രിയിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് മേയേഴ്സ് റിലേഷൻ. എന്താണ് മേയേഴ്സ് റിലേഷൻ? അതൊന്ന് ഡിറൈവ് ചെയ്യാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് മക്കളെ. നോക്കടാ, ഇതെങ്ങനെ നമുക്ക് ഡിറൈവ് ചെയ്യാം. സോ പ്ലീസ് ലിസൺ. ആദ്യം ഞാൻ പറയാണ്, വാട്ട് ഈസ് Cv? എന്താണ് Cv? Cv എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ക്യൂ അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഡിവൈഡഡ് ബൈ n ഡെൽറ്റ ടി. n നമ്പർ ഓഫ് മോൾസ് ആണ്, 1 ആണ്. സോ ഡെൽറ്റ ടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസ് കൃത്യമായി പഠിക്കുന്നുണ്ട്. Cv അതുപോലെ തന്നെ Cp ഉണ്ട് മക്കളെ. Cp എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ക്യൂ at constant pressure by delta t. ശരിക്കും n delta t എന്നാണ് വേണ്ടിയിരുന്നത്. ഇവിടെ നമ്പർ ഓഫ് മോൾസ് 1 ആയതുകൊണ്ട് ആ n എന്തായി പോയി? 1 ആയി പോയി. സോ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു Cv. ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. എന്താ മക്കളെ? ഡെൽറ്റ ക്യൂ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ്. ഡെൽറ്റ ക്യൂന്റെ ഇക്വേഷൻ എന്താ? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് P
P delta V ആണ് delta Qന്റെ ഇക്വേഷൻ. ഇവിടെ ഇത് എന്ത് പ്രോസസ്സാണ്? ഐസോകോറിക് പ്രോസസ് ആണ്, കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണ്. അതുകൊണ്ട് ഈ ചേഞ്ച് ഇൻ വോളിയം എന്തായി മാറും? പൂജ്യമായിട്ട് മാറും. വോളിയം കോൺസ്റ്റന്റ് അല്ലേ പ്രോസസ്സിന് അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ V എന്ന് കൊടുത്താൽ ഈ ടേം എന്തായി പോവടാ? 0 ആയി പോകും. കാരണം ഹീറ്റ് സപ്ലൈഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. അപ്പൊ ഈ വർക്ക് ഡൺ എന്തായി മാറും? 0 ആയി മാറും. സോ വാട്ട് ഈസ് ഡെൽറ്റ ക്യൂ അറ്റ് കോൺസ്റ്റന്റ് വോളിയം? ദാറ്റ് ബിക്കംസ് ഡെൽറ്റ യു ആയിട്ട് മാറും. അപ്പൊ നമ്മൾ ഈ സാധനം എങ്ങനെ എഴുതുക? ഇത് നമ്മൾ ഡെൽറ്റ യു എന്ന് എഴുതും ബൈ ഡെൽറ്റ ടി എന്ന് എഴുതും. അപ്പൊ സി വി എന്താന്നുള്ളത് കിട്ടി. ഓക്കെ, ഇനി അടുത്ത കാര്യം, വാട്ട് ഈസ് ഡെൽറ്റ ക്യൂ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ? മക്കളെ, ഡെൽറ്റ ക്യൂ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു ഉണ്ടാവും, പി ഡെൽറ്റ വി ഉണ്ടാവും. ആരും 0 ആവാനില്ല. ബിക്കോസ് എന്ത് പ്രോസസ്സാ? ഐസോബാറിക് പ്രോസസ് ആണ്. ഐസോബാറിക് പ്രോസസ്സിൽ കൊടുക്കുന്ന ഹീറ്റ് ഇന്റേണൽ എനർജി ചേഞ്ചിന് ഉപയോഗിക്കും, വർക്ക് ചെയ്യാനും ഉപയോഗിക്കും. സോ രണ്ടാളും ഉണ്ടാവും ഡെൽറ്റ ക്യൂ അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ. സോ ഇത് നമ്മൾ എങ്ങനെ എഴുതുക? ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി തന്നെ എഴുതണം. നേരത്തെ ഈ പി ഡെൽറ്റ വി പോയി, കാരണം എന്താ? ഐസോകോറിക് ആണ്, വോളിയം ചേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് ബൈ എന്തുണ്ടടാ? ഡെൽറ്റ ടി ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി എഴുതി, പ്ലസ് സ്പ്ലിറ്റ് ആക്കി എഴുതി. പിന്നെ എന്താടാ? പി ഡെൽറ്റ വി ബൈ എന്ത്? ഡെൽറ്റ ടി എന്നും എഴുതി. Now Cp is equal to what is delta U by delta T? That is Cv. അതെന്താണ്? Cv ആണ്. എന്താണ് Cv ആണ്. So Cv plus എന്ത് വന്നു? P delta V by delta T എന്ന് വന്നു. ഇനി മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം PV is equal to nRT എന്ന ഇക്വേഷൻ നമുക്കറിയാം. ഇവിടെ പ്രോസസ്സ് ഈ പ്രോസസ്സിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകും. കാരണം ഈ പ്രോസസ് ശരിക്കും ഏതാ? ഐസോബാറിക് പ്രോസസ്സാണ്. അപ്പൊ ഐസോബാറിക് പ്രോസസ്സിൽ പി ചേഞ്ച് ചെയ്യില്ല. അപ്പൊ ആരൊക്കെ ചേഞ്ച് ചെയ്യാം? വോളിയം ചേഞ്ച് ചെയ്യാം, ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യാം. സോ പി ഡെൽറ്റ വി എന്ന് എഴുതാം, കാരണം വോളിയം ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ ഇൻറ്റു ആർ ഇൻറ്റു ടിയും ചേഞ്ച് ആവുന്ന ഡെൽറ്റ ടി എന്ന് എഴുതി. സോ ഫ്രം ഹിയർ വാട്ട് ഈസ് പി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ആർ. ഓക്കെ, എന്നിന്റെ വാല്യൂ 1 ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ? നമ്പർ ഓഫ് മോൾസ് 1 ആക്കി എടുത്ത് അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാടാ? പി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ബിക്കംസ് ആർ എന്ന് പറയാം. ആർ എന്ന് പറയാം. അപ്പൊ ഈ കഴിഞ്ഞു പരിപാടി എന്താ? സി പി മൈനസ് സി വി ഇങ്ങോട്ടേക്ക് എടുത്താൽ ഇസ് ഈക്വൽ ടു പി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ആണ്. അതെന്താ സാധനം? ആറാണ്. അപ്പൊ നമ്മൾ അതിനെ ആർ എന്ന് വിളിക്കും. സോ ഇതാണ് മക്കളെ എന്ത്? മേയേഴ്സ് റിലേഷൻ. സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ. അപ്പൊ ഈ ഒരു കാര്യം ചെയ്താൽ ഈ ഒരു ക്വസ്റ്റ്യന്റെ കംപ്ലീറ്റ് പൂർണ്ണമായിട്ടുള്ള ആൻസർ ആയി മാറി. ഇത് കെമിസ്ട്രിയിലും നിങ്ങൾക്ക് ഗുണം ചെയ്യും, ഫിസിക്സ് ഈ ചാപ്റ്ററിലും ഗുണം ചെയ്യും. ഇത് എല്ലാവർക്കും ഓക്കെ ആണോടാ? വേഗം പറഞ്ഞേ, എല്ലാവർക്കും ഓക്കെ ആണോ? പെട്ടെന്ന് കമന്റ് ചെയ്തേ. എല്ലാവർക്കും പെർഫെക്റ്റ്ലി ഓക്കെ ആണോ? ചെയ്ത കാര്യങ്ങളൊക്കെ വേഗം കമന്റ് ചെയ്യാം. സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ്. യെസ് നോക്ക് എന്താ അടുത്ത ക്വസ്റ്റ്യൻ? സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് എ ഹീറ്റ് എഞ്ചിൻ ഈസ് ഷോൺ ബിലോ. ഇതൊരു ഹീറ്റ് എഞ്ചിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ആണ്. അവർ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ്, മോഡിഫൈ ദ ഗിവൻ ഡയഗ്രാം ഫോർ എ റെഫ്രിജറേറ്റർ. ഇതിനെ ഒരു റെഫ്രിജറേറ്ററിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ആയിട്ട് മോഡിഫൈ ചെയ്യാൻ നോക്കണം മക്കളെ. ഇവിടെ നോക്കിക്കോ, ഞാൻ മോഡിഫൈ ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് ഞാൻ മോഡിഫൈ ചെയ്യുന്നത് നോക്കിക്കോട്ടോ. ദിസ് ഈസ് ഹോട്ട് അങ്ങനെ എഴുതാം. ഓക്കെ, ഹോട്ട് ബോഡി ആയിക്കോട്ടെ. ഇത് ഹോട്ട് ബോഡി. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ബോഡിയിൽ നിന്ന് ഹീറ്റ് ഇയാൾ വലിച്ചെടുക്കും. ഓക്കെ, എന്നിട്ട് ഹോട്ട് ബോഡിയിലേക്ക് ഒരു ഹീറ്റ് വിടും. എങ്ങനെ? ഇതിലേക്ക് വർക്കും ചെയ്യും W. ഓക്കെ, ഈ രീതിയിലേക്ക് നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. ഇനി ഈ ടെമ്പറേച്ചർ T2 തന്നെ ആക്കി എടുത്തോ. ഈ ടെമ്പറേച്ചർ നിങ്ങൾ T2 ആക്കി എടുത്തോ. T2ന്റെ വാല്യൂ ചെറുതാണ്, കാരണം കോൾഡ് ബോഡി അല്ലേ. ഇപ്പൊ T1 എടുത്തോ, ടെമ്പറേച്ചർ T1. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഇതിനെ മാറ്റിയായിട്ട് ഏത് റെഫ്രിജറേറ്ററിന്റെ സ്കീമാറ്റിക് ഡയഗ്രാമായി നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റും. ഐ ഹോപ്പ് യു ഗോട്ട് ദിസ്. കാരണം റെഫ്രിജറേറ്റർ എന്ന് പറയുമ്പോൾ കോൾഡ് ബോഡിയിൽ നിന്നാണ് ഈ റെഫ്രിജറേറ്റർ എന്ത് ചെയ്യേണ്ടത്? റെഫ്രിജറേറ്റർ മക്കളെ, റെഫ്രിജറേറ്റർ ആണ്. റെഫ്രിജറേറ്റർ കോൾഡ് ബോഡിയിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുക്കണം.
അങ്ങനെ വലിച്ചെടുക്കാൻ ആവശ്യമായ വർക്ക് കംപ്രസർ എന്ത് ചെയ്യും, ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ഉപയോഗിച്ചിട്ട് ഇവിടുന്ന് Q2 ഹീറ്റിനെ വലിച്ചെടുക്കും. എന്നിട്ടോ ഈ വർക്കും ഹീറ്റ് ആക്കി മാറ്റും. ഓക്കെ, ഈ വർക്കും കൂടി ഹീറ്റ് ആക്കി മാറ്റിയിട്ട് ഈ വലിച്ചെടുത്ത Q2ഉം ഈ വർക്കും കൂടി എന്ത് ചെയ്യും, പുറത്തേക്ക് ഹീറ്റായി മാറി. ഇത് രണ്ടും ഇത് ഹീറ്റാണ്, ഇതും ഹീറ്റായിട്ട് മാറും. ആ രണ്ടും കൂടി സമ്മായിട്ട് ഹീറ്റ് എന്ത് ചെയ്യും, ഹോട്ട് ബോഡിയിലേക്ക് എന്ത് ഡെലിവറി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം Q1 എന്ന് പറയുന്നത് W + Q2 എന്നൊക്കെ പറയാം. അപ്പോൾ W is equal to Q1 - Q2 എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. റൈറ്റ്, നൗ ലിസൺ. ഇനി നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് മക്കളെ, എന്താണ്? റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ദ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഓഫ് എ റെഫ്രിജറേറ്റർ. അല്ലെ, ഈ റെഫ്രിജറേറ്ററിന്റെ COP കാണാൻ പറഞ്ഞിട്ടുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി പോലെ മറ്റൊരു സാധനമാണ്. എഫിഷ്യൻസി പോലെ തന്നെ ട്രീറ്റ് ചെയ്താൽ മതി, എഫിഷ്യൻസി വിളിക്കില്ല. റെഫ്രിജറേറ്ററിന്റെ കേസിൽ എഫിഷ്യൻസി പറയില്ല, കാരണം 100% മുകളിലേക്ക് വരികയാണെങ്കിൽ അതിന് എഫിഷ്യൻസി വിളിക്കാറില്ല. അതിനെ COP, കോപ്പ് അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്നാ വിളിക്കുക കേട്ടോ. അപ്പൊ ഈ റെഫ്രിജറേറ്ററിന്റെ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസിന്റെ ഇക്വേഷൻ എന്താണ്? ഔട്ട്പുട്ട് എന്താണോ, ഇവിടെ ഔട്ട്പുട്ട് Q2 ആണ് ബൈ ഇൻപുട്ട് ആണ്. ശരിക്കും എന്താ മക്കളെ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇതാ W ആണ്. സോ Q2 by W ആണ് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസിന്റെ ഇക്വേഷൻ. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു W എന്താണ്, Q1 - Q2 എന്ന് എഴുതാല്ലേ. അപ്പൊ എന്ത് വരും മക്കളെ? Q2 by Q1 - Q2 എന്ന് വരും. എന്ത്? ഈ റെഫ്രിജറേറ്ററിന്റെ COPയുടെ വാല്യൂ. റൈറ്റ്, ഓക്കെ. ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. അപ്പൊ ഇത് കഴിഞ്ഞു കേട്ടോ, A കഴിഞ്ഞു, B കഴിഞ്ഞു, COPന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താ മക്കളെ വേണ്ടത് പറ. ഇൻ ദ ഗിവൻ ഡയഗ്രാം, അതായത് ഈ ഡയഗ്രത്തിലാട്ടോ. ഓക്കെ, T1 is equal to 900 Kelvin. T1 വാല്യൂ തന്നു, T2 വാല്യൂ തന്നു, Q1 തന്നു, Q2 കാണാൻ പറഞ്ഞു. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാ മക്കളെ ഒന്നും ചിന്തിക്കാനില്ല, നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഇതാ Q2 by Q1 is equal to T2 by T1 റിലേഷൻ. ഓക്കെ, എഫിഷ്യൻസി റിലേഷൻ എന്നാണ് ഈ സംഭവം വന്നത് കേട്ടോ. അവിടുന്ന് എന്താണ് Q2 എന്ന് പറഞ്ഞാല് Q2 is equal to T2 by T1 into Q1 വരിക കേട്ടോ. ഓക്കെ, Q1 that is equal to what is the value of T2? 300 കെൽവിനിലാണോ ചെക്ക് ചെയ്യണേ. ഇപ്പൊ 300 divided by what is the value of T1? 900. so 900 into what is Q1? 6400. ഈ രണ്ട് സീറോസ് ക്യാൻസൽ ഔട്ട്. ഈ 3ഉം ഈ 9ഉം ഇത് 3 ആയി, ഇത് 100 ആയി. ഓക്കെ അല്ലേ? സോ ഇവിടെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ദാറ്റ് ഈസ് എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു 6400 ഡിവൈഡ് ബൈ 3 എന്നുണ്ടാവും. 6400 ഡിവൈഡ് ബൈ 3. ഇത് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ കിട്ടുക അത്രയും ജൂൾസ് ആണ് Q2ന്റെ വാല്യൂ. കറക്റ്റ് അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണോ? ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഓക്കെ ആണോ? സിമ്പിൾ. ഇതുപോലത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ചാപ്റ്ററിൽ ചോദിക്കൂ. ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ T1, T2, Q1, Q2 ഇതിൽ 3 ആൾക്കാരെ തന്നിട്ട് 4ാമനെ കാണാൻ ചോദിച്ചാൽ ഈ മെത്തേഡാണ് മക്കൾ യൂസ് ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആട്ടോ. റെഡി അല്ലേ? 2133.33 എന്ന് പറഞ്ഞിട്ട് ജാക്കി വെല്ലിസ് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആണ് ആൻസർ. ഓക്കെ, ഫൈൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നമുക്ക് ഒന്ന് കമന്റ് ചെയ്തേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്താലോ? ഷാൽ വി? റെഡി? പോവാം. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് മക്കളെ എന്ത്? ഡെൽറ്റ Q is equal to ഡെൽറ്റ U plus ഡെൽറ്റ W. ഇത് വേർഡ്സിൽ പറഞ്ഞാൽ എന്തായടാ? ഇത് വേർഡ്സിൽ പറഞ്ഞാൽ എന്തായി? ഫസ്റ്റ് ലോ ആയി. എന്താ ഡെൽറ്റ Q എന്ന് പറഞ്ഞാൽ? ഒരു സിസ്റ്റത്തിന് കൊടുക്കുന്ന ഹീറ്റ് എനർജി ആണെന്ത്? ഡെൽറ്റ Q. എന്താണ് ഡെൽറ്റ U എന്ന് പറഞ്ഞാൽ? ആ സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജിയിലുള്ള ചേഞ്ച് ആണെന്ത്? ഡെൽറ്റ U. എന്താ ഡെൽറ്റ W എന്ന് പറഞ്ഞാൽ? ആ സിസ്റ്റം ചെയ്യുന്ന വർക്ക് ഡൺ ആണെന്ത്? ഡെൽറ്റ W. അപ്പോൾ ഒരു സിസ്റ്റത്തിന് കൊടുക്കുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ അത് 2 കാര്യങ്ങൾക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യും. ഒന്ന് അതിന്റെ ഇന്റേണൽ എനർജി ചേഞ്ചിനും, 2 അതിന് വർക്ക് ചെയ്യാനും. അപ്പൊ നമ്മൾ അത് വേർഡ്സിൽ പറഞ്ഞ പരിപാടി എന്തായടാ? ആയി. എന്താണ് പറ? അതായത് ഹീറ്റ് എനർജി സപ്ലൈഡ് ടു എ സിസ്റ്റം ഈസ് ഈക്വൽ ടു ദ സം ഓഫ്
change in internal energy of that system and work done by that system. അല്ലെങ്കിൽ work done എന്ന് മാത്രം എഴുതിയാലും മതി, കുഴപ്പമൊന്നുമില്ല. സോ എന്താണ്? The heat energy supplied to a system is equal to the sum of എന്താണ്? A change in internal energy of that system and work done. That is the first law of thermodynamics. ഇത് ശരിക്കും ഉണ്ടായത് എവിടുന്നാ ചോദിച്ചാൽ കൺസർവേഷൻ ഓഫ് എനർജിയിൽ നിന്നാണ് ഇത് ഉണ്ടായത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ഫസ്റ്റ് ലോന്റെ ബേസിക് റൂട്ട് ഏതാണ്? കൺസർവേഷൻ ഓഫ് എനർജി തന്നെയാണ്. അതൊന്നും ഇവിടെ നിങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഫസ്റ്റ് ലോ എഴുതുക, എന്താ വേർഡ്സിൽ എഴുതുക, ഈ ഇക്വേഷൻ എഴുതിച്ചാൽ പരിപാടി തീർന്നു. ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഓൾ. സിമ്പിൾ ക്വസ്റ്റ്യൻ ട്ടോ. ഇതൊക്കെയാണ് ചോദിക്കുക മക്കളെ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. എന്താണ്? സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് എ ഡിവൈസ്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാ. സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് എ ഡിവൈസ് ഈസ് ഷോൺ ബിലോ. ഡിവൈസ് write the equation for efficiency of the device. അപ്പോൾ ഈ ഡിവൈസ് ഏത് ഡിവൈസ് ആണെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ നോക്കുക, വർക്ക് പുറത്തേക്ക് അങ്ങോട്ട് പറഞ്ഞു, പുറത്തേക്ക് വർക്ക് കിട്ടുന്ന തരുന്ന വർക്ക് ഡിവൈസ് ഏതാണ്? എഞ്ചിനാണ്. അപ്പൊ ഇത് സാധന എഞ്ചിനാ. സോ എഞ്ചിന്റെ എഫിഷ്യൻസി എന്താ മക്കളെ? 1 മൈനസ് Q2 ബൈ Q1 ആണ്. 1 മൈനസ് Q2 ബൈ Q1 അല്ലെ? ഇനി അപ്പോ പറഞ്ഞു efficiency equation എഴുതി. അടുത്ത് write the name of the four process in the working cycle of the device. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണിത്, വെറുതെ ഇനി പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്ത് T1 അറിയാം, T1 അറിയാം, T2 അറിയാം, Q1 അറിയാം, Q2 കാണാം. ഞാൻ എങ്ങനെ കാണേണ്ടത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. പക്ഷെ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം, T1 എന്ന് പറയുന്ന സാധനം ഡിഗ്രി സെൽഷ്യസിലാണ്. അത് കെൽവിൻക്ക് മാറ്റണം. എങ്ങനെ? +273 ആഡ് ചെയ്യണം അല്ലേ? അപ്പൊ T1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെടുത്തോളണം? 373 കെൽവിൻ എടുത്തോളണം. അതുപോലെ T2 നിങ്ങൾ ഒരിക്കലും 0 ഡിഗ്രി എടുക്കാൻ പാടില്ല, ഡിഗ്രി ഒഴിവാക്കണം, കെൽവിനെ പറ്റൂ നമുക്ക്. സോ പറ T2 ഈസ് ഈക്വൽ ടു 0 + 273 273 കെൽവിൻ എന്ന് വരും. ഇത് ക്ലിയർ ആണോ മക്കളെ? സെറ്റ് ആണോ? അപ്പൊ T1ന്റെ വാല്യൂ T2ന്റെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പൊ ഈ വാല്യൂ ഉപയോഗിക്കുക, ഈ Q1 ഉപയോഗിക്കുക, എന്നിട്ട് എന്ത് ഫൈൻഡ് ചെയ്യുക? Q2ന്റെ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യുക? ഫൈൻഡ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. Q2 ബൈ Q1 ഇസ് ഈക്വൽ ടു T2 ബൈ T1 ഉപയോഗിച്ചാൽ മതി ട്ടോ. യെസ്, റെഡി ആണെന്ന് വിചാരിക്കുന്നു. We can move on to the next question. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കടാ. എന്താ? ഓക്കെ, ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. എല്ലാവർക്കും കാണുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. മാച്ച് ദ ഫോളോയിങ് ആണ്, ശ്രദ്ധിക്കുക കേട്ടോ. ലിസൺ, മാച്ച് ദ ഫോളോയിങ്ങിൽ എന്താ ചോദിച്ചത് നമുക്ക് നോക്കാം. ആദ്യം ആദ്യത്തെ കോളത്തിൽ തെർമോഡൈനാമിക് പ്രോസസ്സ്, പിന്നെ ഫീച്ചേഴ്സ്, വർക്ക് ഡൺ ഇക്വേഷൻ. ആദ്യം ഐസോബാറിക് പ്രോസസ് ആണ്. ഐസോബാറിക്കില് പ്രഷർ ആണ് കോൺസ്റ്റന്റ്. സോ പ്രഷർ കോൺസ്റ്റന്റ് എന്നുള്ള എഴുതി. ഓക്കെ, ഇനി അടുത്ത് ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റന്റ്. സോ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, ആരോ ടു. അടുത്ത് അഡിയബാറ്റിക്കില് ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല എന്നാണ്. സോ അഡിയബാറ്റിക്കിന് നോ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. മൂന്നാളുടെയും ഞാൻ കാണിച്ചു. ഇവന് ഇല്ല. ഓക്കെ പോട്ടെ. ഇനി അടുത്ത് ഇത് ഇൻഡു ആട്ടോ. ഓക്കെ, വേണ്ട. ഇനി അടുത്ത കോളത്തിലേക്ക് ഐസോബാറിക്. ഓക്കെ, ഐസോബാറിക്കില് പ്രഷർ കോൺസ്റ്റന്റ്. ആ കേസിൽ വർക്കിന്റെ ഇക്വേഷൻ P × V2 - V1. P ΔV ആണ് ഇക്വേഷൻ. അത് നമുക്ക് ΔVനെ V2 - V1 എഴുതാം. സോ P × V2 - V1 എഴുതാം കേട്ടോ. ഇനി അടുത്ത് ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ആ കേസിൽ നമ്മൾ കണ്ടു nRT log ln. ഓക്കെ, V2 ബൈ V1 എന്ന് കണ്ടു. സോ ഇതിന്റെ ഇക്വേഷൻ ഇത് തന്നെയാണ്. ഇനി അടുത്ത് അഡിയബാറ്റിക്കിന് വർക്കിന്റെ ഇക്വേഷൻ എന്താ? R ബൈ ഗാമ nR ബൈ ഗാമ -1 ഇൻറ്റു T1 - T2. സോ ഇക്വേഷൻ എന്താ? ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. സിമ്പിൾ അല്ലേടാ മക്കളെ? സെറ്റ് അല്ലേടാ? റെഡി അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണോ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുമ്പോൾ നോക്കടാ. എന്താണ്? ഹീറ്റ് എഞ്ചിൻ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട്. ഹീറ്റ് എഞ്ചിൻ ഒരു ഡിവൈസ് ആണ്. എന്തിനുള്ള ഡിവൈസ് ആണ് ഹീറ്റ് എഞ്ചിന്? ഹീറ്റ് എഞ്ചിൻ എന്തിനുള്ള ഡിവൈസ് ആണ്? ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ഹീറ്റ് എനർജിയെ ആരെയാണ് മക്കളെ? ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിവൈസ് ആണ് എന്ത്? ഹീറ്റ് എഞ്ചിൻ. ഓക്കെ അല്ലേ? ഹീറ്റ് എനർജി
മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിവൈസ് ആണ് ഹീറ്റ് എഞ്ചിന്. അപ്പോൾ അല്ലെങ്കിൽ ഹീറ്റ് എനർജി വർക്കാക്കി അല്ലെങ്കിൽ മെക്കാനിക്കൽ വർക്കാക്കി മാറ്റുന്ന ഡിവൈസ് എന്നും പറയാം. ഇവിടെ ഇപ്പൊ എനർജി എന്നുള്ളതുകൊണ്ട് ഹീറ്റ് എനർജി മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നതാണ് ബെസ്റ്റ്. ഓക്കെ അല്ലേ? സോ ഇത് നമ്മൾ പറഞ്ഞു. അടുത്ത എന്താടാ? നെയിം ദ 4 പ്രോസസ് ടേക്കിംഗ് പ്ലേസ് കാർനോട്ട് സൈക്കിൾ. ഡ്രോ ഇൻഡിക്കേറ്റഡ് ഡയഗ്രാം ഓഫ് കാർനോട്ട് സൈക്കിൾ. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ PV ഡയഗ്രാം വരച്ചു വെക്കുക. ഓക്കെ, ഇതെന്തായാലും വരക്കണം കേട്ടോ. ഡ്രോ ചെയ്യാൻ പറഞ്ഞത് എന്തായാലും വരച്ചോളാ, മറന്നു പോണ്ട. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ സോഴ്സ്, ഇവിടെ സോഴ്സ്, പിന്നെ ഇവിടെ അഡിയബാറ്റിക് സ്റ്റാൻഡ്, പിന്നെ ഇവിടെ എന്താണ് സിങ്ക്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു പിസ്റ്റൺ, ഇവിടെ അഡിയബാറ്റിക് വാൾസോട് കൂടിയ ഒരു പിസ്റ്റൺ. ഇതൊക്കെ അഡിയബാറ്റിക് ആണ്. ഇത് അഡിയബാറ്റിക് വാൾസ് ആണ്, ഇതൊരു പിസ്റ്റൺ ആണ്. ഇവിടെ മാത്രം എന്തില്ല? അഡിയബാറ്റിക് വാൾ ഇല്ല. ഓക്കെ, ഇങ്ങനെ അറിയില്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യല്? T1 ടെമ്പറേച്ചർ, T1 കെൽവിൻ, ഇത് T2 കെൽവിനും ഉണ്ടാവുക. എന്നിട്ടോ ഇവിടെ പൊക്കും, ഇവിടെ കൊണ്ടുപോയി വെക്കും അല്ലെ? ഇങ്ങനെ കൊണ്ടുപോയി വെക്കും, പിന്നെ ഇവിടെ വെക്കും, പിന്നെ ഇവിടെ വെക്കും, പിന്നെ ഇവിടെ വെക്കും, പിന്നെ ഇവിടെ വെക്കും. ഒരു സൈക്കിളായി, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇത് വരച്ചു വെച്ചാൽ പെർഫെക്റ്റ്. ഓക്കെ അല്ലേ മക്കളെ? യെസ്. ഇനി അടുത്ത മക്കൾ നോക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. PV diagram of a gas is shown in the figure. In this figure, AB represents isobaric process and AD represents isothermal process. ഇവിടെ AB എന്ന് പറയുന്നത് ഐസോബാറിക്കും AD ഐസോതെർമലുമാണ്. ഇത് PV ഡയഗ്രാം ആണ്. ഓക്കെ, ഇനി എന്താ ക്വസ്റ്റ്യൻ നോക്കടാ? എക്സ്പ്ലെയിൻ ഐസോബാറിക് പ്രോസസ് ആൻഡ് isothermal process. എന്താ isobaric process? It is a process in which pressure kept constant. അതാണ് എന്ത്? isobaric process. എന്താ isothermal process? It is a process in which temperature kept constant. Clear അല്ലേ? Yes. ഇനി അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി യൂസിങ് ദ എബവ് ഗ്രാഫ്, ആ ഗ്രാഫ് ഉപയോഗിച്ചിട്ട് ഫൈൻഡ് ദ പ്രോസസ് ഇൻ വിച്ച് വർക്ക് ഡൺ ഈസ് മാക്സിമം. ഏത് പ്രോസസ്സിനാണ് വർക്ക് ഡൺ മാക്സിമം എന്ന് നിങ്ങൾ പറയണം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ഏതിലാണ് മക്കളെ? ഇതല്ലേ, ഇതാണ് ഐസോബാറിക്, ഇതാണ് എന്തടാ? ഐസോതെർമല്. അപ്പോ ഒരു PV ഡയഗ്രത്തിന്റെ അടിയിലേക്കുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ആണ്. ഓക്കെ ആണല്ലോ? PV ഡയഗ്രത്തിന്റെ അടിയിലേക്കുള്ള ഏരിയ ആണെന്ത്? വർക്ക് ഡൺ. അപ്പൊ ഇവിടെ നോക്കിക്കേടാ, ഇവിടെ ഐസോബാറിക്കിനാണോ അല്ലെങ്കിൽ ഐസോതെർമലിനാണോ കൂടുതൽ വർക്ക് ഡൺ എന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കേണ്ടത് ഇവ ആരടിയുള്ള ഏരിയ ആണ് കൂടുതൽ? ഐസോബാറിക്കിന്റെ ഏരിയ ആണ് കൂടുതൽ അല്ലെ? ഐസോതെർമലിന്റെ ആണെങ്കിൽ ഇത്രേ ഉണ്ടാവുള്ളൂ. ക്ലിയർ അല്ലേ എന്ന്? അപ്പോ ഐസോബാറിക് ആണ് ഇവിടെ എന്ത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുക, സംശയിക്കരുത്. ഓക്കെ അല്ലേ? ഐസോബാറിക് ആണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുക. ഇതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ആർക്കെങ്കിലും ആ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരും. ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും വേണ്ട, ഞാൻ പറഞ്ഞ മെത്തേഡിലങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ ആണോ? ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരും. എനിബഡി ഡൗട്ട്സ് ഉണ്ടോ? ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ചിലപ്പോ ഒരു ചെറിയ ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഈ ഒരു സെക്ഷനിൽ. ഇല്ലെങ്കിൽ പോട്ടെ, നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഈ ഒരു ഞാൻ പറഞ്ഞ എക്സ്പ്ലനേഷൻ മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. PV ഡയഗ്രത്തിന്റെ അടിയിലേക്കുള്ള ഏരിയ ആണ് എന്ത്? വർക്ക് ഡൺ. അതിലൊരു സംശയവുമില്ല. അപ്പൊ ഇതിൽ ഏത് വർക്ക് ഡൺ ആണ് മക്കളെ കൂടുതൽ ഉണ്ടാവുക? പറ. ഏത് പ്രോസസ്സിലെ വർക്ക് ഡൺ ഉണ്ടാവുക? ഐസോബാറിക്കിലെ പ്രോസസ്സിനായിരിക്കും എന്ത്? വർക്ക് ഡൺ മാക്സിമം. റൈറ്റ്? യെസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പൊ തെർമോഡൈനാമിക്സിലെ വളരെ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഇതോടുകൂടി കഴിഞ്ഞു. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ കൃത്യമായിട്ട് ഞാൻ ഏകദേശം നിങ്ങൾക്ക് ചോദിക്കും എന്ന് എനിക്ക് ഏകദേശം ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റൈറ്റ്? ഞാൻ ഈ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വൃത്തിക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ ആണല്ലോ? എന്നാൽ തന്നെ ഈ ആ ചാപ്റ്റർ എന്നുള്ള അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും എക്സാമിന്. റൈറ്റ്? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാൻ പോവാണ്. 13th ചാപ്റ്റർ വളരെ ചെറിയ ചാപ്റ്റർ ആണ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ആണ്. എന്താണ്? കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ നമുക്ക് നോക്കാം. ഡിറൈവ് an expression for the pressure exerted by an ideal gas
ബേസ്ഡ് ഓൺ കൈനെറ്റിക് തിയറി. കൈനെറ്റിക് തിയറിന്റെ ബേസിസിൽ ഒരു ഐഡിയൽ ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിന്റെ ഇക്വേഷൻ നിങ്ങൾ ഡിറൈവ് ചെയ്യണം. മക്കൾ അവിടെ നോക്കട്ടോ, ഞാൻ വേഗം ഡിറൈവ് ചെയ്യാം, മക്കളൊന്ന് നന്നായി ശ്രദ്ധിച്ചിരിക്കുക. ഇതൊരു കണ്ടെയ്നർ ആണ്. ആ കണ്ടെയ്നറിലേക്ക് ലിസൺ, ശ്രദ്ധിക്കാം, ഈ ഒരു കണ്ടെയ്നറിലേക്ക് ഒരു ഗ്യാസ് മോളിക്യൂൾ വന്ന് തട്ടുന്നു. ഓക്കെ, അങ്ങനെ തട്ടുമ്പോൾ ഇതൊരു ഗ്യാസ് മോളിക്യൂൾ ആണ്, അത് വന്ന് തട്ടുന്നു. ഇവന്റെ മാസ് എം ആണ്, ഇവന്റെ മാസ് എം ആണ്, ഇവൻ വരുന്ന വെലോസിറ്റി വി എക്സ് ആണ്. അങ്ങനെ തട്ടിയിട്ട് അവിടെ ഇലാസ്റ്റിക് കൊളീഷൻ ഒക്യൂർ ചെയ്യും. ഇലാസ്റ്റിക് കൊളീഷൻ ഒക്യൂർ ചെയ്താൽ എന്താ, വന്ന വെലോസിറ്റിയിൽ തന്നെ അയാൾ എന്ത് ചെയ്യും, മടങ്ങിപ്പോകും. മടങ്ങിപ്പോകുന്ന വെലോസിറ്റി അപ്പം തന്നെ വി എക്സ് തന്നെ. അപ്പോൾ വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് വൺ മോളിക്യൂൾ? ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് വൺ മോളിക്യൂൾ, ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് വൺ മോളിക്യൂൾ ഈസ് ഈക്വൽ ടു, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് വൺ മോളിക്യൂൾ ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. ഫൈനൽ മൊമെന്റം എന്താ മക്കളെ, ഇവന്റെ മാസ് ഇൻറ്റു ഇവന്റെ വെലോസിറ്റി ആണല്ലോ മൊമെന്റം. അപ്പൊ അങ്ങോട്ടേക്കാണ് ഫൈനൽ മൊമെന്റം ഉള്ളത്. അപ്പൊ എത്ര ഉണ്ടാവുക, ഈ പ്ലസ് എം വി എക്സ് ആണ് ഫൈനൽ മൊമെന്റം, മൈനസ് ഇനീഷ്യൽ മൊമെന്റോ മൈനസ് എം വി എക്സ് ആണ് ഇനീഷ്യൽ മൊമെന്റം. സോ മൈനസ് എം വി എക്സ് ഉണ്ടാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2mvx. ഇതാണ് ഒരു മോളിക്യൂളിന്റെ എന്ത്, ചേഞ്ച് ഇൻ മൊമെന്റം എപ്പം, ഈ വാളിലേക്ക് വന്ന് ഇടിക്കുന്ന സമയത്ത്. കൈനറ്റിക് തിയറി പ്രകാരം വാളിലുള്ള കൊളീഷൻ എന്ത് കൊളീഷൻ ആണ്, അത് ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. അതുകൊണ്ട് തട്ടിയ അതേ വെലോസിറ്റിയിൽ എന്ത് ചെയ്യും, അത് മടങ്ങിപ്പോയിരിക്കും. ദാറ്റ്സ് ഓൾ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു മോളിക്യൂളിന്റെ എന്ത് കിട്ടിയടാ, ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടി. ഇനി ഞാൻ അടുത്ത് കാണാൻ പോവാണ് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ പോവാ. എത്ര മോളിക്യൂൾസ് ഉണ്ട് എന്നുള്ളത് കാണാൻ പോവാണ്. ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻസൈഡ് ദ കണ്ടെയ്നർ കാണാൻ പോവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ഇൻറ്റു വോളിയം അല്ലെ. n പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. ആ കണ്ടെയ്നറിന്റെ ഉള്ളിൽ ഒരു യൂണിറ്റ് വോളിയം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉൾക്കൊള്ളുന്ന വോളിയമാണ് എന്ത്, നമ്പർ ഓഫ് വോളിയം അല്ല, അതിൽ ഉൾക്കൊള്ളുന്ന യൂണിറ്റ് വോളിയത്തിൽ ഉൾക്കൊള്ളുന്ന മോളിക്യൂൾസിന്റെ എണ്ണമാണ് എന്ത്, നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ അല്ലേ. അപ്പൊ ഞാൻ അതാണിത് n പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ആണ്. v എന്ന് പറഞ്ഞാൽ എന്താ, v എന്ന് പറഞ്ഞാൽ ആ കണ്ടെയ്നറിന്റെ വോളിയം ആക്കി എടുക്കുക. അപ്പോൾ n into v അടിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടും. കാരണം നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയത്തിനെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ആ ഒരു പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. നൗ ദാറ്റ് ഈസ് v എന്ന് പറഞ്ഞാൽ എന്താ, ഏരിയ ഇൻറ്റു ശരിക്കും ലെങ്ത് ആണ് അല്ലെ. ഏരിയ ഇൻറ്റു ലെങ്ത്. അതായത് ഇപ്പൊ നിങ്ങളൊരു ഇങ്ങനത്തെ ഒരു കണ്ടെയ്നർ കൺസിഡർ ചെയ്യുന്ന വിചാരിക്കടാ. ഇങ്ങനെ ഒരു കണ്ടെയ്നർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കേ, ഇതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ഇൻറ്റു ഈ ലെങ്ത് അല്ലേ. അപ്പൊ വോളിയം എങ്ങനെ കാണാം, ഏരിയ ഇൻറ്റു ലെങ്ത് അടിച്ച് നമുക്ക് കാണാൻ പറ്റും. നൗ ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു a ഇൻറ്റു ലെങ്ത്. ഇവിടെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോളിക്യൂൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് ആയി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ലൈക്ക് ദിസ്, ഇങ്ങനെ ലെങ്ത് എന്ന് പറയുമ്പോൾ മോളിക്യൂൾ ഈ എൻഡിലേക്ക് എത്തണം. സോ ഈ ലെങ്ത് ആണല്ലോ L. ആ L എന്ന് പറഞ്ഞ മോളിക്യൂൾ ട്രാവൽ ചെയ്യുന്ന എന്തായി കൺസിഡർ ചെയ്യാം, ഡിസ്പ്ലേസ്മെന്റ് ആയി കൺസിഡർ ചെയ്യാം. അപ്പൊ L ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ അത് നമുക്ക് എങ്ങനെ എഴുതാം, വെലോസിറ്റി ഇൻറ്റു എന്തെഴുതാം, ഡിസ്പ്ലേസ്മെന്റിനെ വെലോസിറ്റി ഇൻറ്റു എന്ത് എഴുതാം, ടൈം എന്ന് എഴുതാം. സോ Vx ഇൻറ്റു ഡെൽറ്റ ടി എന്നെഴുതി. Vx ഇൻറ്റു ഡെൽറ്റ ടി, വെലോസിറ്റി ഇൻറ്റു ടൈം എന്താ, ഡിസ്പ്ലേസ്മെന്റ് ലെങ്ത് ആണ്. അത് ചെയ്താൽ ഇത് സംഭവമായി. ഓക്കെ, ഇനി അടുത്തത് ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആ ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിലുള്ള കേട്ടോ. ഇനി അടുത്ത കാര്യം ടോട്ടൽ നമ്പർ ഓഫ് കൊളൈഡിംഗ് മോളിക്യൂൾസ്. ടോട്ടൽ നമ്പർ ഓഫ് കൊളൈഡിംഗ് മോളിക്യൂൾസ്, കൊളൈഡ് ചെയ്യുന്ന മോളിക്യൂൾസിന്റെ ടോട്ടൽ എണ്ണമാണ് നമ്മൾ കാണാൻ പോണത്. ശ്രദ്ധിക്കുക, അടാ 100 മോളിക്യൂൾസ് ആ കണ്ടെയ്നറിൽ ഉണ്ടെങ്കിൽ 50 മോളിക്യൂൾസ് ആയിരിക്കും വാൾസിൽ പോയി ഇടിക്കുക. അപ്പോൾ മൊത്തം മോളിക്യൂൾസിന്റെ പകുതി മോളിക്യൂൾസ് ആയിരിക്കും എന്ത് ചെയ്യുക, ഈ വാളിൽ പോയി ഇടിക്കുക. ബാക്കി പകുതി ആ വാളിലും പോയി ഇടിക്കും. നമ്മൾ എന്ത് ചെയ്യുക, അസ്യൂം ചെയ്യുന്നു കേട്ടോ. കുറെ അസംഷൻസ് ഉണ്ട്, ഇവിടെ നോക്ക്. അപ്പൊ കൊളൈഡ് ചെയ്യുന്ന മോളിക്യൂൾസിന്റെ എണ്ണം ഇതിന്റെ പകുതി. സോ 1/2, ലിസൺ,
1/2 NA Vx into delta t എന്ന് വരും. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചോളണം. ഇനി അടുത്തത്, എടാ ഒരു മോളിക്യൂളിന്റെ ചേഞ്ച് ഇൻ മൊമെന്റ് അറിയാം. ഒരു മോളിക്യൂൾ അല്ലല്ലോ പോയിരിക്കുന്നത്, കുറെ മോളിക്യൂൾസ് പോയിരിക്കില്ലേ? എത്ര മോളിക്യൂൾസ് പോയിരിക്കുന്നുണ്ട്? ഇത്ര മോളിക്യൂൾസ് പോയിരിക്കുന്നുണ്ട്. ഒരു മോളിക്യൂളിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം ഇതാണെങ്കിൽ ഇത്ര മോളിക്യൂൾസിന് ചേഞ്ച് ഇൻ മൊമെന്റ് എന്തായിരിക്കും? ഇത് ഇൻറ്റു ഇതായിരിക്കൂലേ? ആണ്. ഒരു മോളിക്യൂളിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം 10 ആണെങ്കിൽ ഓക്കെ, 100 മോളിക്യൂൾസിന് ചേഞ്ച് ഇൻ മൊമെന്റ് എന്തായിരിക്കും? 100 × 10. ഓക്കെ എന്ന് പറഞ്ഞ മാതിരി. അപ്പൊ എന്താ മക്കളെ? എന്ത്? ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം, ടോട്ടൽ change in momentum of of colliding molecules. എന്താ? colliding molecules is equal to എന്താ മക്കളെ വരിക? that is equal to ഒരു മോളിക്യൂളിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം. one second. ഒരു മോളിക്യൂളിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം ഇൻടു ടോട്ടൽ നമ്പർ ഓഫ് കൊളൈഡിംഗ് മോളിക്യൂൾസ്, ദാറ്റ് ഈസ് 1/2 ഇൻടു NaVx ഡെൽറ്റ ടി എന്ന് വരും. ഈ ടൂവും ക്യാൻസൽ ഔട്ട്. ഇനി ബാക്കി എന്താ ഉണ്ടാവുക നോക്ക്? ദാറ്റ് ഈസ് ഈക്വൽ ടു, അവിടെ നമുക്ക് m എഴുതാം. m എഴുതി, പിന്നെ Vxന്റെ സ്ക്വയർ ഉണ്ടാകും, പിന്നെ ഒരു n ഉണ്ട്, സ്മോൾ n ഉണ്ട്, പിന്നെ a ഉണ്ട്, ഡെൽറ്റ ടി ഉണ്ട്. m എഴുതി, Vx എഴുതി, n എഴുതി, a എഴുതി, ഡെൽറ്റ ടി എല്ലാം എഴുതി. ഓക്കെ അല്ലേ? ഇതാണ് സംഭവം. ഇപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം നിങ്ങൾക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ വേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് സ്റ്റെപ്പ് ആയിട്ട് പോവാട്ടോ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കാണണം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എങ്ങനെ കാണാം? ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം. ചേഞ്ച് ഇൻ മൊമെന്റം എന്താണ്? mvx സ്ക്വയർ na ഡെൽറ്റ ടി. അതിനെ എന്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം? ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ചേഞ്ച് ഇൻ മൊമെന്റ് ആണ്, ബൈ ടൈം ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടി? ഫോഴ്സ് കിട്ടി. ശരിയല്ലേ? സോ ഈ ടൈമും എന്താവും? ക്യാൻസൽ ഔട്ട് ആകും. ഇനി അടുത്തത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ്, ഫോഴ്സ് കിട്ടി. ഇതാണ് ശരിക്കും എന്ത്? ഫോഴ്സ്. ഇനി അടുത്തത് എന്താണ്? പ്രഷർ. പ്രഷർ എന്ന് പറയുന്നത് എന്താ മക്കളെ? P is equal to എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. ദാറ്റ് ഈസ് mvx ന്റെ സ്ക്വയർ na ഡിവൈഡഡ് ബൈ a വരുന്നത് കട്ട്. അപ്പൊ എന്താ? nmvx സ്ക്വയർ എന്ന് വരും. ഇതാണ് നമ്മളുടെ എന്ത്? പ്രഷറിന്റെ ഇക്വേഷൻ. പക്ഷേ ഇത് പൂർണ്ണമായിട്ടില്ല. സോ വി ഗോട്ട് എക്സ്പ്രഷൻ ഫോർ പ്രഷർ nmvx സ്ക്വയർ. പക്ഷെ ഇതിൽ ചെറിയൊരു കാര്യമുണ്ട്, നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ സംഭവം പെർഫെക്റ്റ് ആവട്ടോ. ലിസൺ, നോക്കടാ മക്കളെ, എന്താണ് വരുന്നത് നോക്കിക്കേ. അതായത് നമ്മൾ മോളിക്യൂളിനെ വാളിലേക്ക് ഇങ്ങനെ വരുന്നതായിട്ടല്ലേ കൺസിഡർ ചെയ്ത്? ലൈക്ക് ദിസ്. വാളിലേക്ക് മോളിക്യൂൾ ഇങ്ങനെ വരുന്നത് പോലെയാണ് കൺസിഡർ ചെയ്ത്. ആക്ച്വലി അങ്ങനെ തന്നെ വന്നോളൂ നിർബന്ധമല്ല. മോളിക്യൂൾ എങ്ങനെയോ വന്നായിരിക്കും ഇടിക്കുന്നുണ്ടാവുക. ഓക്കെ, ആ പോകുന്ന മോളിക്യൂളിന്റെ ഒരു കമ്പോണന്റ് മാത്രമാണിത്. ഓക്കെ, അപ്പൊ ഇവന്റെ യഥാർത്ഥ വെലോസിറ്റി VRMS ആണ്. എന്താണ്? VRMS. അപ്പൊ VRMS എന്ന് പറയുന്നത് VRMS എന്ന വെലോസിറ്റിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് Vx ന്റെ സ്ക്വയർ പ്ലസ് Vy ന്റെ സ്ക്വയർ പ്ലസ് Vz ന്റെ സ്ക്വയർ. വെക്റ്റർ കോൺസെപ്റ്റ് ആണ്. അതായത് VRMS എന്ന വെലോസിറ്റി Vx-ഉം Vy-യും Vz-ന്റെയും കൂടി സമ്മാണ് എന്ത്? VRMS. അപ്പൊ VRMS എന്ന് പറഞ്ഞാൽ എന്താ? VRMS എന്ന് പറഞ്ഞാൽ ശരിക്കും റൂട്ട് ഓഫ് Vx സ്ക്വയർ പ്ലസ് Vy സ്ക്വയർ പ്ലസ് Vz സ്ക്വയർ ആണ്. അപ്പൊ VRMS സ്ക്വയർ എന്തായിരിക്കും? Vx സ്ക്വയർ പ്ലസ് Vy സ്ക്വയർ പ്ലസ് Vz സ്ക്വയർ ആയിരിക്കും. ഇതായിരിക്കും സംഭവം. അപ്പൊ അവിടെ മറ്റൊരു അപ്രോക്സിമേഷൻ കൂടി നടത്തുകയാണ്. അതായത് Vx-ന്റെയും എക്സിലേക്കുള്ള ആ VRMS എന്ന വെലോസിറ്റിന്റെ എക്സിലേക്കുള്ള കമ്പോണന്റിന്റെ വെലോസിറ്റിയും വൈയിലേക്കുള്ള വെലോസിറ്റി കമ്പോണന്റും സെഡിലേക്കുള്ള വെലോസിറ്റി കമ്പോണന്റും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? VRMS സ്ക്വയർ ഇസ് ഈക്വൽ ടു Vx സ്ക്വയർ പ്ലസ് അതുപോലെ എന്താണ്? Vx സ്ക്വയർ എന്ന് എഴുതാം. മൂന്നും സെയിം തന്നെയല്ലേ? അപ്പൊ എന്താ? 3Vx സ്ക്വയർ ആണ് എന്ത്? VRMS ന്റെ സ്ക്വയർ. VRMS ന്റെ സ്ക്വയർ
VRMS square. From here, what is Vx square? VRMS square by എന്താണ് 3 ആണ്. അപ്പോൾ Vx square ഞാൻ എന്ത് കൊടുക്കും? VRMS square by 3 കൊടുത്താൽ പരിപാടി കഴിഞ്ഞു മക്കളെ. എന്താണ്? NM VRMS square by 3. That is equal to 1 by 3 NM VRMS square is the final expression for pressure. അപ്പോൾ നമ്മൾ എന്താ മക്കളെ ചെയ്താൽ നിങ്ങൾക്ക് ഇതൊരു വലിയ ഡെറിവേഷനാണ്. ഈ ഡെറിവേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? പഠിക്കണം. യെസ്, റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ആണ് VRMS എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ ജാക്കി? യെസ്. നൗ ലിസൺ, ഇത് നിങ്ങൾ ആദ്യം എന്താ ചെയ്ത് നോക്കിക്കേ. ആദ്യം എന്താ ചെയ്തത്? ഒരു മോളിക്യൂളിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം കണ്ടു, പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടു, പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് കൊളൈഡിംഗ് മോളിക്യൂൾസ് കാണാൻ വേണ്ടി ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ പകുതി എടുത്തു. എന്നിട്ട് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടതിന് ശേഷം ടോട്ടൽ നമ്പർ ഓഫ് കൊളൈഡിംഗ് മോളിക്യൂൾസ് കണ്ടതിന് ശേഷം ആ ഒരു കൊളൈഡിംഗ് മോളിക്യൂൾസിന്റെ മൊത്തം ചേഞ്ച് ഇൻ മൊമെന്റം കണ്ടു. അവിടുന്ന് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം വെച്ച് ഫോഴ്സ് കണ്ടു. അവിടുന്ന് ഡിവൈഡ് ഏരിയ കൊണ്ട് ഡിവൈഡ് നമ്മൾ പ്രഷർ കണ്ടു. ആ പ്രഷറിലെ Vx നമ്മൾ എന്ത് ചെയ്തു? മാറ്റി കൊടുത്തു. ദാറ്റ്സ് ഓൾ. ഓക്കെ, ആ ഒരു സംഭവം മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. വെരി ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ആണ്. പ്രഷർ എക്സേർട്ടഡ് ബൈ ആൻ ഐഡിയൽ ഗ്യാസ്. എന്തായാലും ഒരു 4-5 പ്രാവശ്യം എഴുതി പഠിച്ചാൽ വൃത്തിക്ക് ഡീൽ ചെയ്യാൻ പറ്റും. റൈറ്റ്? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ലിസൺ, ഒരു ചെറിയ ചാപ്റ്റർ ആടാ, സിമ്പിൾ ആട്ടോ. അവിടെ നോക്കിക്കേ. Prove that the average kinetic energy of a molecule is proportional to absolute temperature of the gas. മക്കൾ ശ്രദ്ധിക്കുക. അതായത് ആവറേജ് കൈനറ്റിക് എനർജി അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് എന്താണ്? പ്രപ്പോർഷണൽ ആണ്. ഇതാണ് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മൾ മൂവ് ചെയ്യേണ്ടത് പ്രഷറിന്റെ ഇക്വേഷൻ എന്നാണ് മൂവ് ചെയ്യേണ്ടത്. 1/3 NM VRMS സ്ക്വയർ. തൊട്ട് മുമ്പ് നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ. ഇവിടുന്ന് P is equal to 1/3 into എന്താ സ്മോൾ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. ഈ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം നമ്മൾ എങ്ങനെ കാണുക? ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഇൻറ്റു M ഇൻറ്റു VRMS സ്ക്വയർ എന്ന് എഴുതും. ശരിയല്ലേ? നൗ ഈ n നമ്മൾ ക്യാപിറ്റൽ N, എന്താ? ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ബൈ വോളിയം. അതാണ് എന്ത്? നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. ഈ വോളിയം ഇങ്ങോട്ടേക്ക് എടുത്താൽ എന്തായി? PV നായി. PV is equal to എന്താ? 1/3 NM VRMS സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി എന്താ PV? അത് NKBT ആണ് അല്ലേ? where KB is the Boltzmann constant. 1/3 into NM VRMS സ്ക്വയർ എന്ന് വരികയും നമ്മുടെ N-ഉം N-ഉം ക്യാൻസൽ ഔട്ട് ആവുകയും ചെയ്യും. ഇനി മക്കളെ ശ്രദ്ധിക്കണം. ഞാൻ അവിടെ ചെറിയൊരു മാറ്റം വരുത്താൻ പോവാണ്. KBT is equal to 1/3 എന്നിവ 2/3 എന്ന് എഴുതി ഇൻറ്റു ഒരു ഹാഫ് ഇട്ട് കൊടുത്താൽ പോരെ? ഈ 2ന്റെ പ്രശ്നം തീർന്നില്ലേ? പിന്നെ ബാക്കി ആരാണുള്ളത്? M ഉണ്ട്, VRMSന്റെ സ്ക്വയറും ഉണ്ട്. എന്താണിത്? KBT is equal to 2/3 ഇൻറ്റു കൈനറ്റിക് എനർജി എന്ന് എഴുതി കൂടെ. ഹാഫ് VRMS സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് ഇൻറ്റു ഒരു മോളിക്യൂളിന്റെ മാസ് ഇൻറ്റു ആ മോളിക്യൂളിന്റെ വെലോസിറ്റിയുടെ സ്ക്വയർ എന്താ? അതിന്റെ കൈനറ്റിക് എനർജി ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്തെഴുതാം? ഇത് 3 ഇങ്ങോട്ട് 3 KBT by 2 is equal to kinetic energy. So from here kinetic energy is equal to 3/2 KBT. 3/2 KB എന്താ? constant. So kinetic energy is directly proportional to absolute temperature T. അതാണ് നമ്മളുടെ ഇക്വേഷൻ. മീൻസ് അവർ പറഞ്ഞ സംഭവം വളരെ സിമ്പിൾ. പ്രഷറിന്റെ ഇക്വേഷൻ ഇങ്ങനെ 2 സ്റ്റെപ്പാണ്. 2 പ്രാവശ്യം എഴുതി പഠിക്കുക. ബിക്കോസ് ഇത് ശരിക്കും ക്വസ്റ്റ്യൻ എന്താ മക്കളെ നോക്കുക. എന്താണ്? ആവറേജ് കൈനറ്റിക് എനർജി മോളിക്യൂൾസിന്റെ ആവറേജ് കൈനറ്റിക് എനർജി എന്താ? അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് പ്രപ്പോർഷണൽ. കെൽവിൻ സ്കെയിൽ ടെമ്പറേച്ചറിന് പ്രപ്പോർഷണൽ നേരെ ഒരു പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. ചിലപ്പോൾ അവർ പറയും പ്രൂവ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്ന് പറയും. പ്രൂവ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിന്റെ 7ാമത്തെ പോസ്റ്റുലേറ്റ് ആ ശരിക്കും ഈ ഒരു കാര്യം. അപ്പോ ഇത് പ്രൂവ് ചെയ്താൽ മതി. നിങ്ങൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാലും ഡയറക്റ്റായി പ്രൂവ് ചെയ്യാൻ പറഞ്ഞാലും ഇതന്നെ നിങ്ങൾ ഇതുണ്ട്. ഇത് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് യു മീൻ ബൈ മീൻ ഫ്രീ പാത്ത്? എന്താണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ? മെയിൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് മോളിക്യൂളുകൾ തമ്മിൽ എന്തുണ്ടാവും? കൊളീഷൻ ഉണ്ടാവും. അപ്പോ ലിസൺ,
മോളിക്യൂൾസിന്റെ മൂവ്മെന്റിൽ മോളിക്യൂൾസ് പരസ്പരം കൊളീഷൻ ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പൊ ഈ രണ്ട് കൊളീഷനുകൾക്കിടയിലുള്ള മോളിക്യൂൾ സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? മീൻ ഫ്രീ പാത്ത്. സോ വാട്ട് ഈസ് മീൻ ഫ്രീ പാത്ത്? അല്ല, അത് ഫ്രീ പാത്ത് ആണ്. സോ വാട്ട് ഈസ് ഫ്രീ പാത്ത്? ബിറ്റ്വീൻ കൊളീഷനുകൾക്കിടയിൽ മോളിക്യൂൾ ട്രാവൽ സം ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് നോൺ ആസ് ഫ്രീ പാത്ത്. And the average value of this free path is known as mean free path. Okay ആണല്ലോ? അപ്പൊ ഈ mean free path എന്ന് പറഞ്ഞാൽ ഫ്രീ പാത്തുകളുടെ ആവറേജ് വാല്യൂ ആയിരിക്കും. റൈറ്റ്? അപ്പൊ അത് കൃത്യമായി പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് മീൻ ഫ്രീ പാത്ത്? മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ ആവറേജ് വാല്യൂ ഓഫ് ഫ്രീ പാത്ത് ആണ്. ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ് ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ മതി. സംഭവം കഴിഞ്ഞു. ഓക്കെ, ഇനി give an equation for mean free path. So mean free path is equal to 1 by root 2 n pi d square is the expression for mean free path. ഈ ഇക്വേഷൻ മക്കൾ പഠിച്ചു വെക്കുക കേട്ടോ. യെസ്. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. ഇതാണ് മീൻ ഫ്രീ പാത്ത്. നമ്മൾ ഈ മീൻ ഫ്രീ പാത്ത് ഡിറൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ആ കിട്ടുക. 1 by n pi d square where n is number of molecules per unit volume. ക്ലിയർ? അപ്പൊ ഈ ഒരു ഇക്വേഷൻ അങ്ങ് കിട്ടുക. പക്ഷെ നമ്മൾ കറക്ഷൻ ഫാക്ടർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാട്ട് എന്ത് ചെയ്യും? റൂട്ട് 2 ആഡ് ചെയ്യാണ് ചെയ്യുക. സോ ഇതാണ് എക്സാക്ട് ഇക്വേഷൻ മീൻ ഫ്രീ പാത്തിന്റെ. പഠിച്ചു വെക്കുക കേട്ടോ. റൈറ്റ്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. By using the law of equipartition of energy, equipartition of energy എന്ന ലോ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് derive the values of ratio of specific heats of a monoatomic gas. ഒരു മോണോ അറ്റോമിക് ഗ്യാസിന്റെ എന്ത് കാണണം? റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് ഒന്ന് കാണണം. എന്ത് ഉപയോഗിച്ചാണ്? ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി ഉപയോഗിച്ചിട്ട്. ക്ലിയർ അല്ലേ? സോ ലിസൺ, മോണോ അറ്റോമിക് ഗ്യാസ്, ഒരു മോണോ അറ്റോമിക് ഗ്യാസിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര നിങ്ങൾക്ക് അറിയാം മക്കളെ? മോണോ അറ്റോമിക് ഗ്യാസിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവുള്ളൂ. ഓക്കെ മക്കൾ, പഠിച്ചു വെക്കുക. മോണോ അറ്റോമിക് ഗ്യാസിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ അല്ലേ? ഡയറ്റോമിക് ലോ ടെമ്പറേച്ചറിൽ എത്ര ഉണ്ടാവും മക്കളെ? 5 DOF ഉണ്ടാവും. ഡയറ്റോമിക് ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ 7 DOF ഉണ്ടാവും, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അത് പഠിച്ചു വെക്കണം. പിന്നെ പോളി അറ്റോമിക്കിന്റെ കേസാണ്. പോളി അറ്റോമിക്കിന്റെ കേസിലാണെങ്കിൽ അത് ലീനിയർ പോളി അറ്റോമിക് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് 5 DOF ഉണ്ടാവുക ലോ ടെമ്പറേച്ചറിൽ. ഹൈ ടെമ്പറേച്ചറിൽ വരുന്ന സമയത്ത് 5 + 2 ടൈംസ് നമ്പർ ഓഫ് വൈബ്രേഷണൽ മോഡ് എന്നാണ് വരിക. ഓക്കെ, ഇനി അത് നോൺ ലീനിയർ ആണെങ്കിൽ, ഓക്കെ, ട്രൈറ്റോമിക് അല്ലെങ്കിൽ പോളിയറ്റോമിക് നോൺ ലീനിയർ ആണെങ്കിൽ അവ DOF എത്ര ഉണ്ടാവും മക്കളെ? ലോ ടെമ്പറേച്ചറിൽ 6 എണ്ണം ഉണ്ടാകും. പിന്നെ അത് ഹൈ ടെമ്പറേച്ചറിലേക്ക് പോകുന്ന സമയത്ത് 6 + 2F where F is number of vibrational mode. ഇതാണ് അതിന്റെ കൃത്യമായിട്ടുള്ള എന്ത് പിന്നെ വാല്യൂസ്, DOFന്റെ വാല്യൂസ്. മോണോഅറ്റോമിക്, ഡയറ്റോമിക് ലോ ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ. പിന്നെ പോളിഅറ്റോമിക്കിൽ ലീനിയർ, നോൺ ലീനിയർ, രണ്ടിലും ലോ ടെമ്പറേച്ചറും ഹൈ ടെമ്പറേച്ചറും മക്കൾ മനസ്സിലാക്കി വെക്കൽ നിർബന്ധമാണ് DOFന്റെ കേസിൽ. ഓക്കെ, വളരെ സിമ്പിൾ കോൺസെപ്റ്റ്സ് ആട്ടോ. നൗ ലിസൺ, DOF ഓഫ് മോണോ അറ്റോമിക് ഗ്യാസ് 3 ആണ്. അത് ആദ്യം അറിഞ്ഞിരിക്കണം. എന്നാലേ ഒരു മോണോ അറ്റോമിക് ഗ്യാസിന്റെ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് കാണാൻ പറ്റും, ഇത് ഗാമ കാണാൻ പറ്റൂന്ന്. അപ്പൊ ആദ്യം ഞാൻ പറയട്ടെ മക്കളെ, ഞാൻ DOF പറഞ്ഞു. ഇനി എന്താണ് ടോട്ടൽ എനർജി പെർ യൂണിറ്റ് പെർ മോളിക്യൂൾ? ടോട്ടൽ എനർജി പെർ മോളിക്യൂൾ ഞാൻ കാണുകയാണ്. ഓക്കെ അല്ലേ? ടോട്ടൽ എനർജി പെർ മോളിക്യൂൾ കാണാൻ 3 × ½ kBT, അതായത് ഒരു DOFല് ½ kBT ആണ് എന്തുണ്ടാവുക? എനർജി ഉണ്ടാവുക. സോ 3 ടൈംസ് ½ kBT എന്ന് എഴുതി. ഇനി ടോട്ടൽ എനർജി പെർ മോൾ ആണ്. ഒരു മോളിക്യൂളിന്റെ എനർജി ഇതാണെങ്കിൽ ഒരു മോളിക്യൂളിന്റെ എനർജി എത്ര ഉണ്ടാവുക? ഇതിനെ ഒരു മോള് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ശരിയല്ലേ? സോ ഇൻറ്റു NA എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ടൈംസ് ½ ഇൻറ്റു KB എന്ന് പറഞ്ഞാൽ R/NA ആണ്. ഇൻറ്റു T ഇൻറ്റു എന്ത് വരും മക്കളെ? എന്ത് വരും? ഇൻറ്റു NA എന്ന് വരും. NA ക്യാൻസൽ. അപ്പൊ ഇവിടെ വരുന്നതാണ് 3/2 RT. ക്ലിയർ അല്ലേ? ഇനി എന്താണ് CV എന്ന് പറഞ്ഞാൽ? CVക്ക് ഇക്വേഷൻ മക്കൾ പഠിച്ചിട്ടുണ്ട്. ΔU/ΔT എന്ന് പഠിച്ചിട്ടുണ്ട്. അതൊന്ന് മാറ്റി ഞാൻ എങ്ങനെ എഴുതുകയാണ് മക്കളെ? എങ്ങനെ? DU/dt എന്ന് എഴുതുകയാണ്.
du by എന്താണ് dt, that is equal to d by dt of what is u, 3 by 2 rt. that becomes 3 by 2 പുറത്തേക്ക് വരും, പിന്നെ dt by dt എന്താ 1 ആവും. സോ ആൻസർ വിൽ ബി 3 by 2 r എന്ന് വരും, 3 by 2 r എന്ന് വരും. ഇനി അടുത്ത മക്കളെ ശ്രദ്ധിക്കുക, അടുത്ത കാര്യം നമുക്ക് സി വി കിട്ടിയാൽ പിന്നെ സി പി കാണണം. അതിന് സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു എന്താണ് മേയേഴ്സ് റിലേഷൻ, സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ ആണ്. ഫ്രം ഹിയർ വാട്ട് ഈസ് സി പി ഇസ് ഈക്വൽ ടു ആർ പ്ലസ് സി വി ആണ്. ആർ പ്ലസ് സി വി എന്ന് പറഞ്ഞാൽ 3 by 2 ആർ ആണ്, അത് 5 r by 2 ആണ്. അപ്പൊ സി പി യു ആയി സി വി യു ആയി. ഇനി എന്ത് കാണണം മക്കളെ, ഗാമ കാണണം. ഗാമ എങ്ങനെ കാണും, ഗാമ കാണാൻ നമ്മുടെ കയ്യിൽ ഗാമ ഇസ് ഈക്വൽ ടു സി പി ബൈ സി വി ആണ്. സി പി വാല്യൂ 5r by 2 ആണ്. ഇനി സി വി വാല്യൂ 3r by 2 ആണ്. 3r by 2 2 2 6 6 ആൻസർ ഈസ് 5 by 3. 5 by 3 is the right answer. ഗാമ വാല്യൂ കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഗാമ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? യെസ്. ഇനി ശ്രദ്ധിക്കടാ, ഇവിടെ നോക്ക്. ഇനി നിങ്ങൾ ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഞാൻ ആരുടെ അത് കണ്ടുപിടിച്ചത്, ഇത് ആരുടെ വാല്യൂ കണ്ടെത്തിയത്, മോണോ അറ്റോമിക് ഉണ്ടതാ. ഡയറ്റോമിക് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് മാറ്റം ഉണ്ടാവുക ചോദിച്ചാൽ, ഡയറ്റോമിക് ആണ് ചോദിക്കുന്നതെങ്കിൽ മക്കളെ മാറ്റം, ഡയറ്റോമിക് ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ മാറ്റം ഇവിടെ 5 എന്ന് വരും. അത് DOF ഓഫ് ഡയറ്റോമിക് ലോ ടെമ്പറേച്ചർ 5 ആ വരിക. സോ ഇത് 5 വരും, 5 ഹാഫ് kBT വരും. ഇവിടെ 5 ടൈംസ് ഹാഫ് kBT ഒക്കെ 5 by 2 RT വരും. ഇവിടെ 5 by 2 R വരും. ഇവിടെ എന്താ സി പി മൈനസ് സി വി ആർ സി പി സീക്വൽ എന്താ ആർ പ്ലസ് 5 by 2 R. അപ്പൊ എത്ര ഉണ്ടാവും, 7r by 2 ഉണ്ടാവും. അപ്പൊ എന്താ ഗാമ എന്താ വരിക, 7 by എന്തുണ്ടാവും 5 എന്നുണ്ടാവും. വളരെ സിമ്പിളാണ്. അപ്പൊ ഇനി ഇതേ ഫോർമാറ്റിൽ നിങ്ങൾ ഏത് ഗ്യാസ് ആണെങ്കിലും, ഡയറ്റോമിക് ഹൈ ടെമ്പറേച്ചർ ആണെങ്കിലും, ഡയറ്റോമിക് ലോ ടെമ്പറേച്ചർ ആണെങ്കിലും, പോളി അറ്റോമിക് ആണെങ്കിലും, ഏതാണെങ്കിലും ആ DOF മാത്രം നിങ്ങൾ വൃത്തിക്ക് പഠിച്ചു വെക്കുക. അത് പഠിച്ചാൽ സംഭവം സെറ്റാ. ഓക്കെ, മോണോ അറ്റോമിക് ആണെങ്കിൽ അതെന്താ മക്കളെ, DOF എന്താണ്, അത് 3 എന്നുള്ളത് പഠിച്ചു വെക്കുക. ഇനി ഡയറ്റോമിക് ആണെങ്കിൽ അത് ലോ ടെമ്പറേച്ചറിൽ എന്ത് പഠിച്ചു വെക്കുക, DOF വരിക 5 എന്നുള്ളത് പഠിച്ചു വെക്കുക. ഇനി ഡയറ്റോമിക്കില് ഹൈ ടെമ്പറേച്ചറിൽ മക്കളെ DOF പഠിച്ചു വെക്കടാ. എത്ര DOF എത്ര, 7 എന്ന് പഠിച്ചു വെക്കുക. 3 5 7. ഓക്കെ, പിന്നെ പോളിയാണ്, ഇതാണ് 3 വളരെ ഇമ്പോർട്ടന്റ്. പോളി അറ്റോമിക് അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. നിങ്ങൾ ഈ ഒരു മോണോ അറ്റോമിക്കും ഡയറ്റോമിക്കും അതുപോലെ തന്നെ ഡയറ്റോമിക്കിൽ ലോ ടെമ്പറേച്ചറും ഹൈ ടെമ്പറേച്ചറും പഠിച്ചു വെക്കുക. പോളി ആണെങ്കിൽ പിന്നെ എന്താണ്, പോളിയിൽ ലീനിയർ ഉണ്ട്, നോൺ ലീനിയർ ഉണ്ട്. ആ ഒരു കേസും കൂടി മക്കൾ ഓർത്ത് വെക്കുക കേട്ടോ. റെഡി? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ മക്കളെ? സെറ്റ് ആണോ? റെഡി ആണോ? റെഡി? ഓക്കെ, വേഗം പറഞ്ഞേ. ക്ലിയർ ആണോ? കമന്റ് എങ്ങനെയുണ്ട്, കാര്യങ്ങൾ എങ്ങനെയുണ്ട്, ഓക്കെ ആണോ, പെർഫെക്റ്റ് ആണോ? യെസ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ, മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ദ പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് മോസ്റ്റ് ഓഫ് എക്സാമിലും നമ്മൾ ഈ ഒരു ചാപ്റ്ററിന് ഫ്രീക്വന്റ് ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിന്റെ പോസ്റ്റുലേറ്റ്സ് ഒരു 4 എഴുതാൻ പറയും. 4 ഓക്കെ അല്ലേ? ആ 4 മീൻസ് 7 ഉണ്ട്, അതിൽ 7 4 എഴുതിയാൽ മതി. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യം ഒന്നാമത്തെ ഫസ്റ്റ് വൺ. ഓക്കെ, ഒന്നാമത്തത് എവറി ഗ്യാസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ ടൈനി പാർട്ടിക്കിൾസ് കോൾഡ് മോളിക്യൂൾസ്. ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ സെക്കൻഡ് വൺ. ഓക്കെ, ദീസ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ദ മോളിക്യൂൾസ് ഇൻ എ ഗ്യാസ് ഓക്കെ are in random motion. They collide with each other and collide with the walls of container also. Collision of molecules with the walls of container provides pressure. ഈ രണ്ടാമത്തെ പോയിന്റ് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? അതായത് എല്ലാ മോളിക്യൂൾസും റാൻഡം മോഷനിലാണ്. അവർ മോളിക്യൂളുകൾ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടിമുട്ടുന്നുണ്ട്. മോളിക്യൂൾസ് കണ്ടെയ്നറിന്റെ വാൾസിലും പോയി എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടിമുട്ടുന്നുണ്ട്. അതും പഠിച്ചു വെക്കുക. ഓക്കെ, കൂടാതെ മോളിക്യൂളും വാൾസ് ഓഫ് കണ്ടെയ്നറും തമ്മിലുള്ള കൂട്ടിമുട്ടലാണ് എന്തുണ്ടാക്കല്, ഗ്യാസ് പ്രഷർ ഉണ്ടാക്കല്. അത് സെക്കൻഡ് പോസ്റ്റുലേറ്റ് പഠിക്കുക. അപ്പൊ സെക്കൻഡ് പോസ്റ്റുലേറ്റ് എന്താ മക്കളെ,
every gas are in random motion and they collide with each other and collide with the walls of container also. Collision of molecule with the walls of container provides pressure. Adum padichu vekka. Second postulate ആയി. ഇനി അടുത്തത് പറയാം മക്കളെ, the size of molecule are negligibly small when compared with the intermolecular distance. മോളിക്യൂളുകൾ തമ്മിലുള്ള അകലം നോക്കുമ്പോൾ ഒരു മോളിക്യൂളിന്റെ സൈസ് വളരെ എന്താണ്, ചെറുതാണ്. തേർഡ് പോസ്റ്റുലേറ്റ് ആയി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാലെണ്ണം പഠിച്ചാൽ മതി. ഓക്കെ, ഇനി നാലാമത്തെ പോസ്റ്റുലേറ്റ്, there is no attraction or repulsion between molecules. മോളിക്യൂളുകൾ തമ്മിൽ എന്തില്ല, അട്രാക്ഷൻ ഇല്ല, എന്തും ഇല്ല, റിപ്പൾഷനും ഇല്ല. നാലാമത്തായി. ഇനി അടുത്ത മീൻ ഫ്രീ പാത്തിന്റെ ഡെഫിനിഷൻ പറയാം. ബിറ്റ്വീൻ കൊളീഷൻസ് മോളിക്യൂൾ വിൽ ട്രാവൽ സം ഡിസ്റ്റൻസ്. ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് നോൺ ആസ് ഫ്രീ പാത്ത് ആൻഡ് ദ ആവറേജ് വാല്യൂ ഓഫ് ഫ്രീ പാത്ത് ഈസ് നോൺ ആസ് മീൻ ഫ്രീ പാത്ത്. അതാണ് നമ്മളെ അഞ്ചാമത്തെ പോസ്റ്റുലേറ്റ്. ഇനി അടുത്തത് ടൈം ഓഫ് കൊളീഷനെ കുറിച്ച് പറയാം. മോളിക്യൂളുകൾ തമ്മിൽ കൂട്ടിമുട്ടും നമ്മൾ പറഞ്ഞു. ടൈം ഓഫ് കൊളീഷൻ ഈസ് നെഗ്ലിജിബിളി സ്മോൾ. കൊളൈഡ് ചെയ്യുന്ന ടൈം വളരെ കുറവായിരിക്കും വെൻ കമ്പയർഡ് വിത്ത് എന്താണ്, പിന്നെ ഫ്രീ പാത്ത് ജേർണി. ഫ്രീ പാത്തിൽ മോളിക്യൂൾ ട്രാവൽ ചെയ്യുന്ന ടൈമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൊളീഷൻ ടൈം വളരെ എന്തായിരിക്കും, ചെറുതായിരിക്കും. സോ കൊളീഷൻ ടൈം വിൽ ബി നെഗ്ലിജിബിളി സ്മോൾ വെൻ കമ്പയർഡ് വിത്ത് ദ ഫ്രീ പാത്ത് ജേർണി. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് പോസ്റ്റുലേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റുലേറ്റ് ആണ്. ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ദ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ എന്ന് പറഞ്ഞാലും മതി. അപ്പൊ മോളിക്യൂൾസിന്റെ ആവറേജ് കൈനറ്റിക് എനർജി എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിലിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യവും കൂടിയാണ്. ഓക്കെ അല്ലേ? ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്ലിയർ അല്ലേ മക്കളെ? അതിൽ ആ പ്രഷറിന്റെ ആ ഒരു ഇക്വേഷൻ ഡെറൈവ് നമ്മൾ ആദ്യം ചെയ്തു. ഡെറിവേഷൻസ് നമ്മൾ ഏകദേശം പറഞ്ഞു. അതിൽ ഈ ഒരു ടൈപ്പ് നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ? റെഡി? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മക്കൾക്ക് ഓക്കെ ആണെങ്കിൽ ഇന്ന് നമ്മൾ എടുത്തതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ഏകദേശം നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സ് എന്നുള്ള മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് സെറ്റാണ്. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾക്ക് ഓക്കെ ആണോ മക്കളെ? ഒന്ന് വേഗം കമന്റ് ചെയ്യാം. നോക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ ഒരു ഡെറിവേഷൻസ് മാത്രം ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഡെറിവേഷൻസ് മാത്രമുള്ള. അപ്പൊ ആ ഒരു ഡെറിവേഷൻസ് മാത്രമുള്ള ആ ഒരു വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഒരു മണിക്കൂർ, ഐ തിങ്ക് 1 hour എങ്ങാനും തോന്നുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ടും വരും. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെറിവേഷൻസും അവിടെ ആ ഡെറിവേഷൻസിൽ ഏതൊക്കെയാണോ ഇമ്പോർട്ടന്റ് ഓരോ ചാപ്റ്റേഴ്സിലും ആ ഡെറിവേഷൻസ് ഒക്കെ അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഡെറിവേഷൻസിന്റെ ഒരു ക്ലാസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനും നമ്മൾ ഈ ഒരു സീരീസിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നല്ല അടിപൊളിയായിട്ട് മക്കൾ എന്ത് ചെയ്യാം, വൃത്തിക്ക് ഇന്ന് തന്നെ ഈ 2 ചാപ്റ്റേഴ്സ് ഒന്ന് ഓടിച്ചു നോക്കാം. സൂപ്പർ ആയിട്ട് പഠിക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, ആടാ സെറ്റ് അല്ലേ? പെർഫെക്റ്റ്. യെസ്, ക്ലിയർ, ഗുഡ്. ഓക്കെടാ. അപ്പൊ നല്ല കുട്ടികളായിട്ട് ഇനി ബാക്കിയുള്ള സമയം എന്ത് ചെയ്യുക, നന്നായി പഠിക്കാൻ നോക്കുക. ഇനി നമുക്ക് ഒരു സെഷനും കൂടെ വരുന്നുണ്ട്. അതിൽ ഓസിലേഷൻ വേവ്സും പെൻഡിങ് ചാപ്റ്റേഴ്സ് അങ്ങ് ക്ലിയർ എന്ത് ചെയ്യും, അങ്ങ് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അതോടുകൂടി നമ്മൾ പറഞ്ഞ വാക്ക് അവിടെ പാലിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ ഇമ്പോർട്ടന്റ് ഏരിയാസ് നമ്മൾ കവർ ചെയ്തുകൊണ്ടുള്ള നമ്മുടെ ചാപ്റ്റേഴ്സ് അവിടെ അവസാനിക്കും. പിന്നെ നമുക്ക് മാരത്തോണിലേക്ക് കടക്കാം. ഓക്കെ അല്ലേ? നിങ്ങളെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ടാർഗറ്റ് ഉണ്ടാവും. അക്കാര്യത്തിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ടെൻഷൻ അടിക്കേണ്ട. ഫുൾ സപ്പോർട്ട് ടാർഗറ്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലടാ? അപ്പൊ നമുക്ക് ഇനി അടുത്ത ഓസിലേഷൻ വേവ്സ് എന്ന എല്ലാവരുടെയും പേടി സ്വപ്നമായ എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സുമായിട്ട് നമുക്ക് ഇനിയും വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ബൈ, ഗുഡ് നൈറ്റ്.